എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ദിവസം ഹിന്ദു സംസ്കാരത്തെയും ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും പരിഹസിക്കുന്ന വിധത്തിൽ ഒരു ക്രിസ്ത്യൻ പാസ്റ്ററായിട്ടുള്ള അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഏതോ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നത് ആരോ ഒരു വീഡിയോ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് എനിക്കൊരാൾ അയച്ചു തരികയും അതിൽ എൻ്റേതായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോയിലൂടെ പറഞ്ഞ് ഞാൻ അത് സോഷ്യൽ മീഡിയയിലേക്ക് എൻ്റെ ചാനലിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിൽ ഞാൻ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന ആ മാന്യ വ്യക്തിയോട് ഞാനൊരു വെല്ലുവിളി കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 3-4 കാര്യങ്ങളുണ്ട്. ആ 3-4 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പരശുരാമൻ സ്വന്തം അപ്പൻ്റെ വാക്ക് കേട്ട് അമ്മയെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പരിഹസിച്ചും കൊണ്ട് പറഞ്ഞത്. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ട്, ഈ വിരാട് പുരുഷനായ ഭഗവാന്റെ മുഖത്തു നിന്നും ബ്രാഹ്മണനും അതുപോലെ തന്നെ ഭുജങ്ങളിൽ നിന്നും ക്ഷത്രിയനും തുടകളിൽ നിന്നും വൈശ്യനും പാദങ്ങളിൽ നിന്നും ശൂദ്രനുമുണ്ടായി. അപ്പോൾ ബാക്കിയുള്ള ജനങ്ങളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? അത് ആദിവാസി വിഭാഗമുണ്ട്, ഈഴവരുണ്ട്, യഹൂദരുണ്ട്, ഇങ്ങനെ നിരവധി വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എവിടെ നിന്നുണ്ടായി? അവരൊന്നും മനുഷ്യരല്ലേ? ഇവർ 4 വിഭാഗം മാത്രമേ ഉള്ളൂ എന്ന വിധത്തിലാണ് അദ്ദേഹം തൊടുത്തുവിട്ട രണ്ടാമത്തെ ചോദ്യം, പരിഹസിച്ചും കൊണ്ടുള്ള ചോദ്യം. മൂന്നാമത് അദ്ദേഹം വീണ്ടും പുരാണത്തിലേക്കാണ് കടക്കുന്നത്. അദ്ദേഹം ചോദിച്ചത്, രണ്ടാമത്തെ അവതാരമായിട്ടുള്ള വാമനൻ, അങ്ങനെയാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്, രണ്ടാമത്തെ അവതാരമായിട്ടുള്ള വാമനൻ 6ാമത്തെ അവതാരമായ പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക? അതുകൊണ്ടാണല്ലോ ഇവിടെ ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള 3ാമത്തെ കാര്യം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇതൊക്കെ തന്നെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെ ഞാൻ പൂർണ്ണമായും ഗണ്ണിച്ചും കൊണ്ട് അദ്ദേഹം പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നും ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അറിവില്ലാതെ പറയാൻ പാടില്ലെന്നും അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ വിഷയത്തിൽ നിങ്ങൾ പൊതുവായിട്ടുള്ളൊരു സംവാദത്തിനുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ആ സംവാദത്തിന് വരണം എന്ന് ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഒരു ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ആര് പറഞ്ഞാലും എൻ്റെ യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ ഞാൻ അവരെ വെല്ലുവിളിച്ചിരിക്കും. അവരോട് എൻ്റെതായ വാദങ്ങൾ ഞാൻ നിരത്തിയിരിക്കും. അതിന് ആരുടെയും പിന്തുണയോ സഹായങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അതെൻ്റെ ആത്മാഭിമാനത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഹിന്ദു ഗ്രന്ഥങ്ങളിലുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്നെക്കാളും ഗ്രാഹ്യമുണ്ടെന്നും അദ്ദേഹം സാധാരണക്കാരനല്ലെന്നും എന്നെക്കുറിച്ചും വളരെ മോശമായ രീതിയിലും ആ വീഡിയോയുടെ താഴെ നിരവധി ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. നിരവധി ആൾക്കാർ. കാരണം എന്ന് വെച്ചാൽ ചുരുങ്ങിയതിൽ 10-800ഓളം പേര് അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് കമൻ്റ് ഇട്ടിരിക്കുന്നതിൽ എല്ലാം തന്നെ എന്നെ പഴി ചാരാനും കുറ്റപ്പെടുത്താനും ഒക്കെ ആയിട്ടായിരുന്നു. അതിലൊന്നും ഒരു പരിഭവവുമില്ല. കാരണം എന്താ, ഞാൻ വളരെ താഴേക്കടയിലുള്ള ഒരാളാണ്. അപ്പോൾ എന്നെക്കുറിച്ച് ആരും എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പരിഭവമില്ല. അത് അവരുടെ കാഴ്ചപ്പാടാണ്, അവരുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തിനനുസരിച്ച് അവർ പറഞ്ഞോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ ഒരെണ്ണം പോലും ഡിലീറ്റ് ആക്കിയിട്ടില്ല. ഇപ്പോഴും അത് അവിടെ കിടപ്പുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിവിടെ വീണ്ടും വന്നിരിക്കുന്നത് വെച്ചാൽ, ഈ വീഡിയോ ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മെസ്സേജിൽ വാട്സപ്പിൽ ഞാൻ നമ്പർ അടക്കം കൊടുത്തിട്ടാണ് ഞാൻ വെല്ലുവിളി നടത്തിയത്. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തുകൊണ്ടാണ് ഞാൻ വെല്ലുവിളി നടത്തിയത്, തൻ്റെ ഇടമുണ്ടെങ്കിൽ സംവാദത്തിൽ വരുമെന്നുള്ളത്. അപ്പോൾ ആ ഫോൺ നമ്പറിലേക്ക് ഒരു മെസ്സേജ്, ദൈവരാജ്യം വരാൻ പോകുന്നു, യേശുക്രിസ്തുവിൻ്റെ ഇവിടെ യേശുക്രിസ്തു വീണ്ടും അവതരിച്ച് ഇവിടെ ദൈവരാജ്യം സ്വർഗരാജ്യം ഉണ്ടാക്കുന്നു, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാസ്റ്ററുടെ ഒരു മെസ്സേജ്. അപ്പോൾ എനിക്ക്
അതാരാണെന്ന് അറിയാനും അത് എന്തിനാണ് എനിക്ക് അയച്ചതെന്ന് അറിയാനും വേണ്ടി ഞാൻ തിരിച്ച് അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. അദ്ദേഹത്തിൻ്റെതായ കുറേ കാര്യങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും അവരുടെ ഈ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ എന്നോട് വാതോരാതെ സംസാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചെന്തറിയോ, കേവലം ഒരു ബൈബിള് മാത്രമാണ് അവർക്കുള്ളത്. ആ ഒരു ബൈബിളിൽ നിന്ന് എത്രയാണ് കാര്യങ്ങളുള്ളതെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. ബൈബിളിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഭൂലോകത്ത് വളരെ കുറവാണ്. എന്നാൽ ഇവർ കേവലം ഒരു പുസ്തകം വെച്ച് സംസാരിക്കുമ്പോൾ ഹിന്ദുവിന് സംസാരിക്കാൻ വേണ്ടി ഒരു ലൈബ്രറി തന്നെയാണുള്ളത്. ഓരോ പുസ്തകവും ഇവർക്ക്, ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നോട് നമ്മൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ, യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു, ഞാൻ തിരിച്ചു വരും, ഇവിടെ സ്വർഗരാജ്യം ഉണ്ടാക്കും, ഇവിടെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാക്കുമെന്ന്. ആ ശിഷ്യന്മാരാണ് ഇവിടെ മുഴുവൻ തന്നെ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യം എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ യേശുവിൻ്റെ വരവിനായി നമ്മൾ കാത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടി? സ്വർഗരാജ്യം ഉണ്ടാക്കാൻ. ദൈവത്തിൻ്റെ ആ വരവ് ഇവിടെ എല്ലാവർക്കും സ്വർഗതുല്യമായ അന്തരീക്ഷം ഉണ്ടാകുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ആ സംഭാഷണത്തിനിടയിൽ പറഞ്ഞ ഒറ്റൊരു കാര്യമാണ്, ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഒരു വാക്കുകൾ. അതിൽ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. കഴിഞ്ഞ 2000-ലേറെ വർഷമായി നിങ്ങൾ ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയല്ലേ? നിങ്ങൾക്ക് ഈ 2000 വർഷമൊന്നും വേണ്ട. ഈ ജീവിച്ചിരിക്കുന്ന ഈ കാലയളവിൽ കേവലം ഒറ്റ ദിവസം മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് ദൈവരാജ്യം കാണിച്ചു തരാം. ഭഗവത്ഗീതയിലെ ഒരൊറ്റ ശ്ലോകം നിങ്ങൾ കൃത്യമായി ഒന്ന് പഠിച്ച് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവരാജ്യം ഓക്കെയാണ്, നിങ്ങൾക്ക് സ്വർഗരാജ്യം ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ ഈ ബൈബിൾ മാത്രം വായിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്. മാത്രമല്ല, ചില പാസ്റ്റർമാരുടെ പ്രഭാഷണങ്ങളും മാത്രം കേട്ടു. എന്നാൽ മറ്റുള്ള ഗ്രന്ഥത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇവിടെ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന ആ മഹാനു വ്യക്തി മറ്റുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ആ പഠിച്ചതിൽ ഉണ്ട് സന്തോഷം. അദ്ദേഹത്തിന് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം. പക്ഷേ ഈ അദ്ദേഹം പറഞ്ഞ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് അപ്പുറം ഇപ്പുറം പോകാതെ അതേ വിഷയത്തിൽ നിന്നുകൊണ്ട് രണ്ടുപേർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു വേദിയിൽ നല്ലതായിട്ടുള്ള ഒരു ഇടനിലക്കാരൻ, ചിലർ നിയന്ത്രിക്കുന്ന ഒരാളുടെ മധ്യസ്ഥത്തിൽ നമുക്ക് സമ്പാദിക്കാം. ഞാൻ തയ്യാറാണ്. കാരണം അങ്ങീ പറഞ്ഞ 100% ശുദ്ധ അസംബന്ധമാണ് എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ തയ്യാറാണെന്ന് പറയുന്നത്. ഏതായാലും അങ്ങേക്ക് എന്നെക്കാളും അറിവുണ്ടാകാം, കഴിവുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷേ അറിവിൽ വളരെ താഴെയായിട്ടുള്ള ഞാൻ, കഴിവിൽ വളരെ താഴെയായിട്ടുള്ള ഞാൻ എൻ്റെ വിശ്വാസത്തെയും എൻ്റെ സംസ്കാരത്തെയും എൻ്റെ ആചാരത്തെയും എത്ര കൊമ്പത്തിരിക്കുന്ന ആൾ വന്ന് ചൊറിഞ്ഞാലും അതിനെ എത്ര മോശമായി ചിത്രീകരിച്ചാലും എൻ്റെ അറിവ് വെച്ച് ഞാൻ അതിനെ നേരിടും. അത് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഏതായാലും എന്നെ ഫോണിലൂടെ വിളിച്ച്, അല്ലെങ്കിൽ എനിക്ക് ഫോണിലൂടെ മെസ്സേജ് അയച്ച് ഞാൻ തിരിച്ച് വിളിച്ച് ആ പാസ്റ്ററുമായിട്ടുള്ള സംസാരം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. എന്താണ് ആ സംസാരിച്ചതെന്നുള്ളത് ശ്രദ്ധയോടെ ക്ഷമയോടെ നിങ്ങളെല്ലാവരും കേൾക്കുക. ആ ഓഡിയോയിലേക്ക് ഏതായാലും നമുക്ക് പോകാം. ാണ് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ എനിക്ക് അയച്ച ഒരു മെസ്സേജ് അയച്ചല്ലോ. അപ്പൊ ആ മെസ്സേജ് കണ്ടപ്പോൾ നമുക്ക് ഇത് ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ആരാന്ന് അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളെ വിളിച്ചതെന്ന് അർത്ഥം. ഓക്കെ സാർ, ഞാൻ താമസിക്കുന്ന ട്രിവാൻഡ്രത്താണ്, പാറശാല. അപ്പൊ നിങ്ങൾ KSRTC ഡ്രൈവറാന്ന് പറഞ്ഞേ? അല്ല, KSRTC ഡ്രൈവറാ, റിട്ടയർഡാ. എവിടെ? ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം പാറശാലയാണ്. ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോഴേ നമ്പർ കണ്ടു. അപ്പോഴൊരു സന്തോഷ വാർത്ത അറിയിക്കാന്ന് വിചാരിച്ചു. യൂട്യൂബിൽ നിന്നാണോ എന്റെ നമ്പർ കിട്ടിയത്? അതെ, വിനോദാണല്ലോ സാറിന്റെ പേര്? അതെ അതെ. അല്ലേ? പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. സാറേ, ഈ ആധ്യാത്മിക പനാവന അതാണോ? അതെ 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 അതെ. അതാണോ സാർ? അതെ 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 അതെ. ഓക്കെ 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 ഓക്കെ. പേരില്ല സാർ. അപ്പോഴേ സാറിന്റെ നല്ല അത് ഞാൻ ശ്രദ്ധിച്ചു. നല്ല ഞാനപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു. അതാ. സാറിന്റെ സ്വന്തം സ്ഥലം എവിടെയാണ്? ഞാൻ കണ്ണൂരാണ്. ഓ, കണ്ണൂരാണ്. ഓക്കെ സാർ. അപ്പൊ ഞങ്ങള് ഈ ഒരു സന്തോഷ വാർത്ത ആൾക്കാരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് സന്തോഷ വാർത്ത?
സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബൈബിളിലെ ചില സന്തോഷ വാർത്തയാണ്. അത് മതപരമായിട്ടല്ല, സന്തോഷ വാർത്തയാണ്. അല്ല, എന്താണത്? സന്തോഷമുള്ളതാണെങ്കിൽ നമുക്കത് കേൾക്കാൻ സന്തോഷമാണല്ലോ. നമ്മുടെ സന്തോഷം സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ സന്തോഷ സുവിശേഷമാണ്. ആ സുവിശേഷം എന്ന് പറഞ്ഞാൽ സൽവാർത്ത, ഭൂമിയിൽ വരാൻ പോകുന്ന ഒരു സന്തോഷ വാർത്ത. എപ്പോഴും വരുന്ന കാര്യമാണ്. എപ്പോഴും വരുമെന്ന് പറഞ്ഞാൽ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോ ശിഷ്യന്മാരോട് ഇങ്ങനെ പ്രസംഗിച്ചപ്പോ ശിഷ്യന്മാർ ചോദിച്ചു അത്, അപ്പൊ നിന്റെ വരവനും നിന്റെ രാജ്യം എപ്പോഴാണ് ഇവിടെ സ്ഥാപിക്കുന്നതെന്ന്. അല്ല, വന്നല്ലോ, വന്നിട്ടാണല്ലോ പ്രസംഗിച്ചത്. അല്ല അത് യേശു അതിന് അടയാളം കൊടുത്തു സാർ. അല്ല, ഞാൻ ചോദിച്ചത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന സമയത്തല്ലേ തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പ്രസംഗിച്ചത്? അതെ, അത് ഇനിയും വരുമെന്നാണോ? വന്നില്ല സാർ, വന്നില്ല. അല്ല, വന്നോണ്ടല്ലേ പ്രസംഗിച്ചത്? അല്ല, അതിന്റെ തുടക്കമാണ്, ദൈവരാജ്യത്തിന്റെ തുടക്കമാണ് അത്. അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞ അർജുനല്ലേ? എന്റെ പേര് അർജുന സാർ. ഞാൻ ചോദിക്കുന്നത്, യേശു ക്രിസ്തു എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ ജനിച്ചത് കൊണ്ടാണല്ലോ പ്രസംഗിക്കാൻ പറ്റുന്നില്ല, പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ. അതെ സാർ, അദ്ദേഹം ദൈവം യേശുവിനെ ഭൂമിയിൽ ജനിപ്പിച്ചുകൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്ന സന്തോഷ വാർത്ത ദൈവരാജ്യത്തെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. ശിഷ്യന്മാരെ പഠിപ്പിച്ചു. യേശുവല്ലേ പ്രസംഗിക്കുന്നത്? അതെ. അപ്പൊ അത് യേശു പിന്നെ ദൈവരാജ്യം വരുമെന്ന് ആരോട് പ്രസംഗിച്ചു? ശിഷ്യന്മാരോട് പ്രസംഗിച്ചു. ശിഷ്യന്മാരോടല്ല സാർ, ശിഷ്യന്മാരെ പഠിപ്പിച്ചു. യേശു ഭൂമിയിലായിരുന്നപ്പോ ഗ്രാമം തോറും പട്ടണം തോറും സംസാരിച്ചു, പ്രസംഗിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു. രോഗികളൊക്കെ സൗഖ്യമാക്കി, വിശന്നവർക്ക് ഭക്ഷണം കൊടുത്തു. പ്രകൃതി ശോകങ്ങളെല്ലാം അതൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അത് ഭാവിയിൽ നിറവേറുന്ന ഒരു കാര്യമാണ് യേശു അന്ന് ചെയ്തത്. ഭാവിയിൽ ഇനിമേൽ ഉടൻ തന്നെ ഈ ഭൂമിയിൽ വരാൻ പോകുന്ന സന്തോഷ വാർത്തയാണ്. അപ്പൊ 2000 വർഷം മുമ്പ് നടന്ന കാര്യം എങ്ങനെ ഉടൻ എന്ന് പറയാൻ പറ്റുമോ? ദീർഘകാലമില്ലേ? അതാണ് സാർ, ഈ ബൈബിൾ എന്ന് പറയുമ്പോ ഈ ഭൂമിയിൽ ആരുടെയും സ്വന്തം അല്ലല്ലോ. അത് പൊതുവെ ദൈവം സ്വന്തമാണ്, വിശ്വാസികൾക്ക് സ്വന്തമാണ്. അല്ല സാർ, അല്ല. അപ്പൊ വിനോദ് സാറിനും അർജുനും ഈ ഭൂമിയിൽ എല്ലാവർക്കും പൊതുവെ തന്നിട്ടുള്ളതാ. അത് ഒരു മതത്തിന്റെ അല്ല സാർ. ഇപ്പൊ ഉദാഹരണത്തിന് ഈ സൂര്യന്റെ പ്രകാശം നമ്മൾ എല്ലാവരും ആസ്വദിക്കുന്നു, ഈ വായു. അപ്പൊ നമ്മുടെ എല്ലാവർക്കും അത് ചില ആൾക്കാര് അതിനെ മതത്തിന്റെ പേര് പറഞ്ഞ് ദൈവത്തെയും ബൈബിളിനെയും നശിപ്പിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അത് പൊതുവെ ഈ ഭൂമിയിൽ ആരുടെയും സ്വന്തമല്ല. വിനോദ് സാറിനും അർജുനും എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവം തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ് അത് ബൈബിൾ. ആ ബൈബിളിലൂടെ അത് ദൈവത്തിന്റെ ആയതുകൊണ്ടാണ് ഈ 2000 വർഷം മുമ്പ് നടന്ന സംഭവം ഇന്ന് അതിന്റെ പ്രവർത്തനമല്ല, നമുക്കത് ആ പ്രവചന നിവർത്തിയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോഴേ ഇപ്പൊ പറയുന്ന വെച്ചിരുന്ന ഈ രാജ്യം ഒന്ന് പ്രസംഗിച്ചു, ദൈവരാജ്യം എന്ന് 2000 വർഷങ്ങൾക്ക് മുന്നേ യേശു ക്രിസ്തു പൊതുജനങ്ങളോട് പ്രസംഗിച്ചു. അപ്പൊ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അപ്പൊ ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടന്നതുകൊണ്ട് അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, യേശു ഈ ഭൂമിയിൽ നേരിട്ട് ഭരിക്കുകയാണോ അത് എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോഴേ ശിഷ്യന്മാർ ചോദിച്ചു, അപ്പൊ ഈ രാജ്യം സ്ഥാപിക്കുന്നതിന്റെ കുറച്ചു കാലം യേശുവിനോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പൊ ഇവിടെ നടക്കുന്ന സംഭവങ്ങളല്ല ഭാവിയിൽ നടക്കുന്നതാണ്. അപ്പോൾ യേശുവിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് ശിഷ്യന്മാർ ഇങ്ങനെ ചോദിച്ചു, നിന്റെ വരവിനും ഈ രാജ്യം സ്ഥാപിക്കുന്നതിന്റെ അടയാളം എന്താണ്? അപ്പൊ യേശു മത്തായി സുവിശേഷം എന്ന് പറയുമ്പോൾ അതിന്റെ 24 അധ്യായത്തില് ഇങ്ങനെ കുറെ ഈ ചില അടയാളങ്ങൾ പറഞ്ഞു. എന്തായിരുന്നു അടയാളം? അടയാളങ്ങൾ എന്ന് പറയുമ്പോ സാറ് ബൈബിള് വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്. അത് അറിയാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണെങ്കിൽ ആര് പറയുന്നതും കേൾക്കണം. ശരി, അതാണ്. അതെ സാർ, ഞാൻ ബൈബിളിൽ നിന്ന് വായിക്കാം. വിനോദ് സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ മതിയാവും. നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. നിങ്ങൾ വായിച്ചതാകുമ്പോൾ നിങ്ങളുടെ അറിവിലുണ്ടാവുമല്ലോ. പറയാം. അപ്പൊ പറഞ്ഞത്, അപ്പൊ അനേക അടയാളങ്ങൾ പറഞ്ഞു. യുദ്ധങ്ങളുണ്ടാവും, ഭക്ഷ്യക്ഷാമം ഉണ്ടാവും, പ്രകൃതിക്ഷോഭങ്ങളുണ്ടാവും. അപ്പൊ അതേമാതിരി മാരകമായ രോഗങ്ങളുണ്ടാവും. അത് എങ്ങനെയെന്ന് വെച്ചിരുന്ന അത് ഒരു ലോകവ്യാപകമായിട്ട് ഒന്നിനു പിറകെ വരുന്ന അടയാളങ്ങളാണ്. യുദ്ധങ്ങളുണ്ടാകും, ഭക്ഷ്യക്ഷാമം ഉണ്ടാകും, രോഗങ്ങളുണ്ടാകും. ഈ 3 പ്രധാനമായിട്ടും ഉള്ള ഒരു അടയാളാണ്. എന്നിട്ട് യുദ്ധങ്ങളുണ്ടാവും.
യുദ്ധങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതിൽ ഏറ്റവും അതിന്റെ ഫൈനൽ പറഞ്ഞ എങ്ങനെയെന്നറിയാമോ? ഇല്ല. ദൈവരാജ്യത്തിന്റെ സന്തോഷ വാർത്ത ഭൂലോകം മുഴുവൻ സാക്ഷ്യമായി അറിയപ്പെടുമ്പോൾ അവസാനം വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ വിനോദ് സാറിന് ഈ സന്തോഷ വാർത്ത ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇല്ല, എനിക്കറിയില്ല. അറിഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് പിന്നെ ഈ സന്തോഷ വാർത്ത ഒരു നമ്പർ കിട്ടിയപ്പോൾ നമ്മുടെ സൗഹൃദത്തിലായിട്ട് ഈ സന്തോഷ വാർത്ത ഞാൻ സാറിനെ അറിയിച്ചു. അപ്പൊ അതൊരു സാക്ഷ്യമാണ്. അപ്പൊ സാറിന് അപ്പൊ ഈ ദുഷ്ടലോകത്തിലെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കൊണ്ട് അപ്പോ യുദ്ധങ്ങളും രോഗങ്ങളും മരണവുമില്ലാത്ത ഒരു ഗവൺമെന്റ്, ദൈവരാജ്യം, യേശുവിന്റെ ദൈവത്തിന്റെ ഒരു ഭരണം, യേശു ദൈവമല്ല ദൈവത്തിന്റെ പുത്രനാണ്, ഒരു ദൈവരാജ്യ ഭരണം ഈ ഭൂമിയിൽ വരുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ്. അപ്പൊ ഒരു സംശയം ചോദിക്കണം സാർ. ഇപ്പൊ നിങ്ങള് 3 അടയാളം പറഞ്ഞു. ഒന്ന് യുദ്ധം, ഒന്ന് ഭക്ഷ്യക്ഷാമം, ഒന്ന് രോഗം. ഈ യുദ്ധം ഇന്നോ ഇന്നലെയല്ലോ, ഈ പറയുന്ന യേശു ഉണ്ടാകുന്ന സമയത്ത് ഈ യുദ്ധം ഉണ്ടായിട്ടില്ലേ? അപ്പൊ അത് അടയാളമല്ലേ? അപ്പൊ അന്ന് തന്നെ ദൈവരാജ്യം വരണ്ടേ അല്ലേ? എന്ന് വെച്ചിരുന്ന സാർ ഒന്ന് പറയട്ടെ. ഈ 1-2 ലോകമഹായുദ്ധം എന്ന് പറയുമ്പോ 1914 അതിപ്പോ അടുത്ത് വന്നത്. അതെ സാർ, അത് എന്നറിയാമോ? ഈ അവസാന കാലത്തിന്റെ ഒരു പ്രവചനമാണത്. അല്ല, ഞാൻ ചോദിച്ചത് യേശുവിന്റെ കാലഘട്ടത്തിൽ ഇന്നത്തെ ജനതയുടെ 10-1 ജനതയില്ല, അന്ന് ഇല്ലല്ലോ. അന്നും മഹായുദ്ധങ്ങൾ പലതും നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നതായിട്ട് ബൈബിളിൽ ഉണ്ട് എനിക്ക് തോന്നുന്നേ. ബൈബിളിൽ തന്നെ ആരോ പറയുന്നത് കേട്ടേ അങ്ങനത്തെ സംഭവം. അത് കറക്റ്റ് ആണ് സാർ. അതൊരു യുദ്ധമല്ലായിരുന്നു. അതൊരു യുദ്ധമല്ല. എന്തായിരുന്നത്? അത് യുദ്ധമല്ല സാർ. അങ്ങനെയാണല്ലോ പറയുന്നത്. യുദ്ധത്തില് ദാവീദും ഗോലിയാത്തും ഒരു യുദ്ധം ഉണ്ടായി. അപ്പോൾ ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് യുദ്ധമല്ല. അല്ല, അത് യുദ്ധമല്ല സാർ. എന്ന് വെച്ചിരുന്നാൽ ഗോലിയാത്ത് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു മഹാനായ ഒരു മല്ലനാണ്. നല്ല വ്യക്തിയാണ്. അയാളെയാണ് ദാവീദ് കൊന്നത്. എന്നിട്ട് അത് യുദ്ധം. ഗോലിയാത്താണ് നല്ലത്, ദാവീദ് മോശമായിരുന്നു. അല്ല സാർ, എങ്ങനെ അറിയാമോ? അല്ല, മഹാൻ എന്ന് പറയുമ്പോ അയാൾ നല്ലതായിരിക്കണ്ടേ? നല്ല ആള് തന്നെ. നല്ല ആളാണെങ്കിലും സാർ അത് ചോദിച്ചുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം ഒരു ഭയങ്കരമായ ഒരു വെല്ലുവിളി നടത്തി. 40 ദിവസം 40 ദിവസം വെല്ലുവിളിക്കുക. അദ്ദേഹം പറഞ്ഞു കാണിച്ചിരുന്ന നിങ്ങളിൽ നിന്ന് ഒരാളിനെ ഇങ്ങോട്ട് അയക്കുക. അത് 1 ശമൂവേൽ 17 അധ്യായത്തിന്റെ ആ ഭാഗം സാർ പറഞ്ഞ കറക്റ്റാ. അപ്പൊ എന്നോട് പോരാടി ജയിക്കുന്നവരെ അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ എന്റെ ദാസനാവും. ഇനി അദ്ദേഹം എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ദാസനാവും. അപ്പോഴവിടെ ഒരു 2 ജനതയുമായിട്ടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പൊ ഈ ദാവീദ് എന്ന് പറയുന്ന ആള് ഒരു ബാലനാ, ഒരു 15 വയസ്സായ ഒരു കൊച്ചു ബാലനാ. അപ്പൊ അദ്ദേഹം ആട്ടിടയനായിരുന്നു. അപ്പൊ ആട്ടിടയനായിരുന്ന സമയത്ത് അദ്ദേഹം യാദർച്ഛികമായിട്ട് അവിടെ വന്നതാണ്. ആ സാഹചര്യം ബൈബിളിൽ വായിക്കുമ്പോൾ അവര് തേറ്റാരി ഉപയോഗിച്ചിട്ട് ഒരറ്റടി അതെ, ഗോലിയാത്ത് കവണ കല്ല് വെച്ച് ഒന്ന് അടിച്ചു കൊടുത്തു. പക്ഷെ 2 വിഭാഗം ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ ഇത്? അല്ല, 2 ജനത്തിന്റെ അല്ല സാർ. അല്ല, അത് തന്നെ. ഇപ്പൊ വെല്ലുവിളിയാണ്. അപ്പോഴവിടെ ദൈവം യഹോവയാണ് അവിടെ ഇടപെട്ടത്. അപ്പൊ യഹോവ ഇടപെട്ടപ്പോ അവിടെ ഒരു വലിയ ഒരു യുദ്ധ ചൊരിച്ചിലിനെ ഒഴിവാക്കി. പോയില്ലേ? ഞാൻ പറഞ്ഞ വെച്ചാല് അന്ന് ആ യുദ്ധം ശരിക്കും നടന്നിരുന്നു എങ്കിൽ നമുക്ക് ദൈവരാജ് അന്നേ വരില്ലായിരുന്നോ? അല്ല, അന്ന് അത് വരില്ല. കാരണം അറിയാമോ? അന്ന് ദൈവരാജ്യത്തിന്റെ ഈ പ്രവർത്തനം അന്ന് ഭൂമി ഇല്ലായിരുന്നു. കാരണം അന്നത്തെ ആൾക്കാർക്ക് ദൈവരാജ്യം വേണ്ടേ? അല്ല, അത് ഈ യേശുക്രിസ്തു ജനിച്ച് അദ്ദേഹം സ്വർഗാരോഹണം ചെയ്ത് 2000 കൊല്ലം കഴിഞ്ഞ് ഇപ്പം 2100 കൊല്ലാവാറായി. എന്നിട്ടാണോ ദൈവരാജ്യം വേണ്ട? അപ്പൊ അതിന് മുമ്പുള്ള ഒരാൾക്കും അതും കിട്ടണ്ട എന്നാണോ? അല്ലല്ല, അവർക്കെല്ലാം കിട്ടും സാർ. ഈ മരിച്ചുപോയ ആൾക്കാരൊക്കെ ദൈവം തിരികെ കൊണ്ടുവരും ഈ ഭൂമിയിൽ. അപ്പൊ ഇവിടെ ചിക്കൻ സ്ഥലം ഉണ്ടാവുക? ഇല്ല സാറേ. ഇപ്പോഴേ ഈ ശാസ്ത്രീയ കണക്ക് നോക്കുമ്പോഴേ ഇപ്പൊ 850 കോടി ആൾക്കാർ ഇപ്പൊ നിലവിലുണ്ട്. മരിച്ചുപോയത് കണക്കൂട്ടാണെങ്കിൽ ഒരു ചുരുങ്ങിയത് 850ന്റെ ഒരു 100 ഇരട്ടി അല്ലെങ്കിൽ 1000 ഇരട്ടി ആൾക്കാർ ഇതിനകം ഈ ഭൂമി മരിച്ചുപോയില്ലേ? 2010 ഒരു കണക്കാണ്. 2010 കണക്ക്, ശാസ്ത്രീയ കണക്കനുസരിച്ച് 2000 കോടി ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നിപ്പോ 850 കോടി ആൾക്കാർ. ഈ കണക്ക് എങ്ങനെ കേട്ടത്? 2000 കോടി ജനങ്ങൾ മരിച്ചുപോയിന്നില്ല. കാരണം എന്ന് വെച്ചാല് ഈ ഭൂമി ഉണ്ടായിട്ട് ഇത്രയും കാലത്തിനിടയിൽ ആകെ 2000 കോടി ജനങ്ങളെ മരിച്ചു പോയിട്ടുള്ളൂ. 100, 200, 500, 1000 കൊല്ലല്ല.
കാരണം അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആ കാലം നോക്കണം. അലക്സാണ്ടർ ചക്രവർത്തി യുദ്ധം ചെയ്ത് ഭൂമിയിൽ മുഴുവൻ നാശം വിതച്ചതാ. അപ്പൊ അന്ന് ശരിക്കും യുദ്ധം യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് തന്നെ ദൈവരാജ്യം വരേണ്ടതാണ്. വന്നിട്ടില്ല. അല്ല സാർ എന്താ പറയാമോ സാർ, ഇതിപ്പോ എങ്ങനെയെന്നറിയാമോ? നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം ബൈബിൾ പറയുന്നുണ്ട്. നമ്മുടെ മനുഷ്യൻ മരിക്കുന്നതും ഈ ദുഷ്ടതയുടെയും ഈ പ്രശ്നങ്ങൾ വന്നതിന്റെ കാരണം ദൈവം പറയുന്നുണ്ട്. എന്താണാവോ? അതെന്ന് വെച്ചാൽ ദൈവത്തെ അനുസരിക്കാതെ മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ചതിന്റെ ഫലമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. ദൈവത്തിനോട് മത്സരിക്കാൻ അതെന്തിന്? അതെ, ദൈവത്തിനോട് ആരാ മത്സരിക്കും? അങ്ങനെ ആർക്കും മത്സരിക്കോ ദൈവത്തോട്? ഇപ്പൊ മത്സരിക്കുന്ന വെച്ചിരുന്ന ഉദാഹരണത്തിന് ഇപ്പൊ വിനോദ് സാറിന്റെ കൂടെ ഞാൻ ജോലി ചെയ്യാണെന്ന് വെച്ചോ. അപ്പൊ വിനോദ് സാറ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അനുസരിച്ചില്ല, എനിക്ക് ഇഷ്ടമുള്ളതായി ചെയ്തു. അപ്പൊ സാറിന് ദേഷ്യം വരില്ലേ? സാറിനോട് ഒരു മത്സരം പിരിച്ചുവിടും അങ്ങനെ ആൾക്കാരാ? അങ്ങനെ പിരിച്ചുവിട്ടതാ. അങ്ങനെ പിരിച്ചുവിട്ട ആളാ. അപ്പൊ ദൈവമായിട്ടുള്ള ബന്ധമില്ലാത്ത ഒരു ലോകമാണ്. ദൈവം ബിസിനസ്സുകാരനാണോ? ദൈവം ബിസിനസ്സുകാരനല്ല. ഇപ്പൊ വിനോദ് സാറ് ഞാനും കൂടെ ഇപ്പൊ സംസാരിക്കുന്നില്ലേ, അപ്പൊ ആ ദൈവത്തെ കുറിച്ചുള്ള സത്യം അറിയാനുള്ള അവസരം കിട്ടില്ല. നമ്മൾ ചെറുതായിട്ടാണ് സംസാരിക്കുന്നെങ്കിലും നമ്മൾ കുറെ കൂടെ ആശയപരമായിട്ട് ആഴമായിട്ട് അതിന്റെ സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്കത് യഥാർത്ഥം മനസ്സിലാവും. ദൈവത്തെ കുറിച്ച് നമ്മൾക്കെല്ലാം എല്ലാവർക്കും ദൈവത്തെ കുറിച്ച് ഒരു ധാരണയുണ്ട്. അവരാ ദൈവത്തിനെ ആരാധിക്കുന്നുണ്ട്, അവരതിനെ ബഹുമാനിക്കുന്നുണ്ട്. ആരും ദൈവത്തിനെതിരെ മത്സരിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അത് ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും എല്ലാ വിഭാഗക്കാരും അവർ ആരാധിക്കുന്ന ദൈവത്തിനെ ബഹുമാനിക്കുന്നേ ഉള്ളൂ. ആരും മത്സരിക്കുന്നതായിട്ട് അറിയില്ല. അപ്പൊ അങ്ങനെ പറയുന്നത് മത്സരിക്കുന്നുണ്ട്, മത്സരിച്ചതിന്റെ പരിണതഫലമായിട്ട് അവരെ പുറത്താക്കിയെന്ന്. അത് പറയാം സാർ. എന്ന് വെച്ചാൽ ഈ ദൈവം എന്ന് പറയുമ്പോഴേ അതിന്റെ അർത്ഥം, ദൈവം എന്ന് പറയുന്നതിന്റെ അർത്ഥം ശക്തൻ ഇല്ലെങ്കിൽ ശക്തി എന്ന് മാത്രമേ ഉള്ളൂ. അത് പൊതുവെ വിനോദ് സാറും ഞാനും ഈ ഭൂഗോളത്തിലുള്ള എല്ലാ ആൾക്കാരും പൊതുവെ വിളിക്കുന്നതാണ് ദൈവം എന്നുള്ള അതൊരു സ്ഥാന പേരാണ് സാർ. അങ്ങനെ ആയിക്കോട്ടെ, വിഷയമില്ല. ശരി. അപ്പോഴങ്ങനെയാണെങ്കിൽ ഈ ബൈബിളിൽ ദൈവത്തിന് വ്യക്തിപരമായൊരു പേരുണ്ട്. എന്താണ്? ഈ പ്രപഞ്ചവും അതിലുള്ള എല്ലാം സൃഷ്ടിച്ച ദൈവം. ആ ദൈവത്തിന് വ്യക്തിപരമായിട്ട് ഇപ്പൊ വിനോദ് സാർ പേര് പറഞ്ഞല്ലോ, എന്റെ പേരും പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ പേര് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ സൗഹൃദമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ വിനോദ് സാർ എന്നെ വിളിച്ചു, അർജുനൻ സംസാരിക്കുന്നു. അപ്പൊ എന്നതുപോലെ ദൈവത്തെ വ്യക്തിപരമായിട്ട് തിരിച്ചറിയാൻ ബൈബിളിൽ ഒരു പേരുണ്ട് സാർ. ആ ദൈവത്തിന്റെ പേരാണ് യഹോവ എന്ന് പറയും. അപ്പൊ യേശു വിളിക്കുന്നത് ആരാ? യേശു ദൈവം അല്ല സാർ. യേശുവിനെ ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ നമ്മുടെ സാധാരണ കുടുംബത്തിൽ അപ്പനല്ല അപ്പാന്ന് വിളിക്കുന്നത്. യേശുവിനെ അങ്ങനെ ഞങ്ങളാരും ആരാധിക്കില്ല. യേശു ദൈവത്തിന്റെ പുത്രനാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരാധിക്കുന്നില്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ബഹുഭൂരിപക്ഷ ആൾക്കാരും യേശുവിനെ ആരാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ മതസ്ഥര് ഉള്ളത് ക്രിസ്ത്യൻ വിഭാഗത്തിലാണ്. രണ്ടാമതാണ് ഇസ്ലാം വിഭാഗം. അതെ. അപ്പൊ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഏകദേശം എന്റെ കാഴ്ചപ്പാടിൽ ഒരു 70% ആൾക്കാരും യേശു ക്രിസ്തുവിനെ ദൈവമായി സങ്കല്പിച്ച് ആരാധിക്കുന്ന ആൾക്കാരാണ്. ഉണ്ട്. കാരണം അത്രയും ബഹുമാനത്തോടുകൂടി യേശുക്രിസ്തുവിന് അത്രയും ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുത്ത് വളരെ വേണ്ടപ്പെട്ട രീതിയിൽ ആരാധിക്കുന്ന ആൾക്കാർ ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ട് ലോകത്ത്. അപ്പോ നിങ്ങൾ പറയുന്നു യേശു ദൈവമല്ലാന്ന്. പക്ഷെ അല്ല, ബൈബിൾ അങ്ങനെയല്ല പറയുന്നത് സാർ. സർവശക്തനായ ദൈവം യഹോവ, യേശു ദൈവത്തിന്റെ പുത്രനാണ്. യേശു ദൈവത്തിന്റെ പുത്രനാണ്. യേശു നിങ്ങൾ പറയുന്നത് ഏക ദൈവത്തിനെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ യേശുവിനെ ആരാധിക്കാൻ പാടുണ്ടോ? അല്ല സാർ, അത് ബൈബിളിൽ യേശു തന്നെയല്ലേ പറയുന്നു. നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കൂ എന്ന് യേശു പറയുന്നില്ല. മത്തായി 4:10 യേശു വ്യക്തമായിട്ട് പറയുന്നില്ല സാർ. പിന്നെ എന്തിനാണ് ഇവര് യേശുവിനെ ആരാധിക്കുന്നത്? അത് നിങ്ങൾ അവരെ തിരുത്തണ്ടേ? അല്ല, ഞങ്ങള് അങ്ങനെയല്ല സാർ. ഞങ്ങൾ ആരെയും തിരുത്താനോ പഠിപ്പിക്കാനോ പോകുന്നില്ല. ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ബൈബിൾ. ഭൂമിയിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ബൈബിൾ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെ. ആ അതിൽ ഈ ഭൂമിയിലുള്ള ജനസംഖ്യയില് ഒരു ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യൻ വിഭാഗമാണ്. 200 കോടി ആൾക്കാരുണ്ട് ക്രിസ്ത്യനിൽ. 200 എന്നല്ല, അതിൽ കൂടുതലുണ്ടാവും. അതിൽ കൂടുതൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ആ വിഭാഗത്തിന്റെ 90% ആൾക്കാരും ഉപയോഗിക്കുന്നത് ബൈബിളാണ്. അതെ. ഈ വിഭാഗത്തിൽ 90% ആൾക്കാരും ഉപയോഗിക്കുന്നത് യേശു ക്രിസ്തുവിനെ ദൈവമായി സങ്കല്പിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഈ ബൈബിൾ വായിച്ചിട്ട് ആ ബൈബിളിൽ കൃത്യമായി പറയുന്നു, യേശു തന്നെ പറയുന്നു, ഞാനല്ല ആരാധ്യനായിട്ടുള്ളത് യഹോവയാണെന്ന്. അതെ. ആ യേശുവിന്റെ വാക്ക് പോലും സ്വന്തം മതത്തിൽപ്പെട്ട ആൾക്കാർ പോലും അനുസരിക്കുന്നില്ല എങ്കിൽ അത് വലിയൊരു വീഴ്ചയല്ലേ ബൈബിളിന് പറ്റിയത്? അത് വീഴ്ച, അത് സാർ, അത് ദൈവത്തിന്റെ വീഴ്ചയല്ല, ബൈബിളിന്റെ വീഴ്ച, ജനങ്ങളുടെ വീഴ്ച. അതെ. കാരണം അതിന് ദൈവം ഒരു പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നു സാർ. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞാല്, നമ്മുടെ മോശ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടെന്നാ പറയുന്നത് ബൈബിളിൽ. അതെ, മോശ ഉണ്ട് സാർ, ഉണ്ട് സാർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ
ഏകനാഥനായിട്ടുള്ള കർത്താവിനെ അല്ലാതെ അല്ലെങ്കിൽ യഹോവയെ അല്ലാതെ മറ്റൊന്നിനെങ്കിലും ആരാധിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞിട്ട് മോശ അവിടെയുള്ള ബിംബങ്ങളെല്ലാം അടിച്ച് തകർത്തു എന്ന് പറഞ്ഞു. ബിംബാരാധന നടത്തുന്നതിനെ തകർത്തു എന്ന് പറഞ്ഞ മോശയാണ് അടിച്ചു പൊളിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടതേ. എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം. അങ്ങനെ ഇല്ല സാർ, അങ്ങനെയല്ല. അദ്ദേഹം ന്യായപ്രമാണത്തിൽ എഴുതി 10 കൽപ്പനകൾ എഴുതി. അദ്ദേഹം 10 കൽപ്പനയുമായിട്ട് വരുമ്പോൾ അദ്ദേഹം കാണുന്നത് ആടിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് ആരാധിക്കുന്ന ഒരു ജനവിഭാഗത്തിനെയാണ്. അതെ 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 അതെ. അപ്പൊ ആ ആടിന്റെ രൂപത്തിൽ അദ്ദേഹം എടുത്ത് ദൂരെ എറിഞ്ഞോ? ആ സാഹചര്യം പറഞ്ഞുതരാം സാർ. കാരണം വെച്ചിരുന്ന ഈ ദൈവജനത്തെ ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴേ മോശമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അപ്പോഴേ ജനത്തെ ഏകദേശം ഒരു 30 ലക്ഷം ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോഴേ മോശ ദൈവത്തിനടുത്ത് ചെന്ന് ഈ ന്യായപ്രമാണം, ദൈവത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ ഞാനും വിനോദ് സാറും കൂടെ സംസാരിക്കുകയാണ്, നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല എങ്കിൽ ആശയവിനിമയം ചെയ്യുന്നല്ലോ സാർ. മാനസികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതെ, അപ്പൊ ഇതേ സെയിമാണ്. അപ്പൊ യഹോവ മോശയ്ക്ക് 40 വർഷം പരിശീലനം കൊടുത്താണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. അപ്പോഴേ ഈ കൽപ്പന വാങ്ങാൻ പോകുന്നതിനിടയിൽ ഇവര് ഈ ജനം ഉണ്ടല്ലോ സാർ മൊത്തമായിട്ട് വഴിതെറ്റില്ല. അവർ അടിമത്തിലായിരുന്നപ്പോൾ വിഗ്രഹാരാധകരായിരുന്നു. അപ്പോൾ യഹോവ അവരെ വിടുവിച്ച് നന്മ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതെ. അപ്പൊ ഇപ്പൊ അവർക്ക് യഹോവയെ അറിയാം, മോശയെ അറിയാം, യഹോവ കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ 40 ദിവസം താമസിച്ചു പറഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാരും കൂടെ ഈ മോശ എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു കാളക്കുട്ടി ഉണ്ടാക്കി ദൈവത്തെ ആരാധിച്ചു. അപ്പൊ യഹോവ തന്നെ പറഞ്ഞു ആ സമയത്ത്, നീ കൊണ്ടുവന്ന ജനം എനിക്കെതിരെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അപ്പോഴീ കൽപ്പനയും കൊണ്ട് വന്നപ്പോ അവരെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചിട്ട് പറയാണ് നാളെ യഹോവയ്ക്ക് ഉത്സവം. അപ്പൊ യഹോവ ഇവർ ചെയ്യുന്നത് അതെ അതെ എന്ന് വെച്ചിരുന്ന അതെല്ലാം അജ്ഞാതയാണ് സാർ. അല്ല, എന്നിട്ട് അത് ആ കാളക്കുട്ടി എന്ത് ചെയ്തു? കാളക്കുട്ടി അവര് ബൈബിൾ പറയുന്ന അനുസരിച്ച് അങ്ങനെ ഒരു ആരാധന ഇല്ല എന്ന് മോശ അവിടെ തെളിയിച്ചു. അങ്ങനെ എന്തേ ആ കാളക്കുട്ടി എന്താണ് ചെയ്തത്? കാളക്കുട്ടി അവിടെ അത് ബൈബിൾ വിവരണം പറയുന്ന അനുസരിച്ച് കാളക്കുട്ടിയെ അവർ ചെയ്ത തെറ്റിന്, അവർ ചെയ്ത പാപത്തിന് ഉടച്ചു കളഞ്ഞു. അതെ, അതെന്ന് വെച്ചാൽ അവര് ചെയ്ത പാപത്തിന് പാപമല്ല, ഞാൻ അത് എടുത്തെറിഞ്ഞു ഉടച്ചില്ല. ബിംബം പാടില്ല ഒറ്റ. അതെ അതെ അതെ. ബിംബാരാധന ഒരു കാരണവശാലും ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത്. അതെ. അങ്ങനെ ആകുമ്പോൾ ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യൻ പള്ളിയുടെയും ആൾക്കാരെയും പുറത്തും അകത്തുമായിട്ട് ഇത്തരത്തിലുള്ള ബിംബങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയാണോ? സാർ, അവർ ദൈവത്തിന്റെ ആളല്ല സാർ. അപ്പൊ ഇവിടെ അമേരിക്കയിലും യൂറോപ്പിലും ഈ ഭാരതത്തിലും എല്ലാ സ്ഥലത്തും ഇതുണ്ടായിട്ടും അതൊന്നും ക്രിസ്ത്യൻസ് അല്ല. പിന്നെ ആരാ ശരിക്കും ക്രിസ്ത്യൻസ്? അല്ല സാർ, ഇപ്പൊ ഒരു ഉദാഹരണം എങ്ങനെയാണെന്ന് അറിയാമോ വിനോദ് സാറേ? ഇപ്പൊ യേശു പറഞ്ഞു നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന്. അതെ, സ്നേഹിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ വിനോദ് സാറും ഞാനും കണ്ടില്ല, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് സംസാരിക്കുന്നു. അതെ അതെ. ഇപ്പൊ ഞാനും വിനോദ് സാറും കണ്ടില്ലെങ്കിൽ നമ്മൾ സൗഹൃദമായിട്ട് സ്നേഹത്തിൽ സംസാരിക്കണം. ഇത് യേശുവിന്റെ ഒരു കൽപ്പനയാണ് സാർ. അപ്പോഴേ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ആ സ്നേഹം നമ്മുടെ ബന്ധുക്കളായാലും അയൽക്കാരായാലും കൂട്ടുകാരായാലും രാജ്യം തമ്മിലായിരുന്നാൽ അത് മുഴു തത്വമാണ് സാർ. അത് മുഴു തത്വമാണ്. പക്ഷെ ഇവിടെ യേശുവിന്റെ വാക്കനുസരിക്കാതെ അവർ പരസ്പരം യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ അവർ യേശുവിന്റെ അനുഗാമികളാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് യുദ്ധമല്ല ആണ് പ്രധാനം. നമ്മൾ ചോദിക്കുന്ന വെച്ചാല് യേശു ക്രിസ്തു ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു, ഇവിടെ എന്നെയല്ല യഹോവയല്ലാതെ വേറെ ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്ന് യേശു ക്രിസ്തു കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടും അത് വായിച്ച് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എന്തുകൊണ്ട് യഹോവയെ ആരാധിക്കാതെ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ബൈബിളിൽ ഞാൻ ഒരു ഉത്തരം തരാം സാർ. ഈ വെളിപ്പാടെന്ന് പറയില്ലേ, ബൈബിളിലെ അവസാന പുസ്തകം വെളിപ്പാടാണ്. വെളിപ്പാട് 3:9 സാറ് സമയം കിട്ടുമ്പോൾ ഒന്ന് ബൈബിൾ ഉണ്ട് സാറിന്. ഇപ്പൊ ബൈബിളിനെ കുറിച്ച് അറിയാം. അവിടെ പറയുന്നത് യഹൂദരല്ലാതെ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള എഴുതിയതാണ്. യഹൂദരല്ലാതെ യഹൂദരാണെന്ന് കളവായി പറയുന്ന ചിലരെ സാത്താന്റെ പള്ളിയിൽ നിന്ന് ഞാൻ കൊണ്ടുവരുമെന്ന്.
അപ്പോഴേ ഇപ്പൊ സാറ് വിനോദ് സാർ ഇപ്പോ നമ്മുടെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ബൈബിളിലെ ആശയത്തിന് മറുപടി ഞാൻ തരാണ്. അപ്പൊ ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യരെ വഴിതെറ്റിച്ച സാത്താൻ എന്ന് പറയുന്ന ഒരു ദൂതനാണ്, സ്വർഗത്തിലൊരു ദൂതനാണ്. എങ്ങനെ ഈ വഴി തെറ്റിച്ചത് അത് അറിയാവുന്നുണ്ടാകും. ഉണ്ട് സാർ, അത് വളരെ ഈ സാത്താന്റെ അർത്ഥം എന്തറിയാം സാർ? അല്ല, അറിയില്ല, പറയൂ. ഈ സാത്താൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എതിരാളിയാ. പിശാച് എന്ന് പറയുന്നത് നുണയന. ആയിക്കോട്ടെ, അതിനെ ഉണ്ടാക്കിയെന്ന് വെച്ചിരുന്ന അവനെ കുറിച്ച് പറയുന്നതേ ഇവിടെ ഈ ഭൂമിയിലുള്ള നേരത്തെ പറഞ്ഞു ഇവിടെ എല്ലാം ഉണ്ടാക്കിയ സർവശക്തനായിട്ടുള്ള യഹോവയാണെന്ന് പറഞ്ഞു. അതെ. അപ്പൊ ഈ സാത്താൻ എന്ന് പറയുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇച്ഛാ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സാറേ, ഇപ്പൊ വിനോദ് സാറ് പറഞ്ഞു എല്ലാവരും യേശു പറഞ്ഞത് യഹോവയെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വ്യക്തമായ കൽപ്പന ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് ഇച്ഛാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സാർ. അതൊക്കെ ശരി, ഇച്ഛാ സ്വാതന്ത്ര്യം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. ശരിയാണ്, ചെയ്യാം. ശരി. അപ്പോഴേ എങ്ങനെ വെച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഈ സാത്താനായി മാറിയ വ്യക്തിയെ കുറിച്ച് ദൈവം പറയുന്നത് നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ അനീതി കാണുന്നത് വരെ നിന്റെ നടപ്പ് നിഷ്കളങ്കമായിരുന്നു. അപ്പോ നീ പാപം ചെയ്തു, അതുകൊണ്ട് നിന്നെ ഞാൻ അശുദ്ധനെന്നെണ്ണി നിന്നെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അപ്പോഴേ തള്ളിക്കളഞ്ഞു. അപ്പൊ എന്ന് വെച്ചിരുന്ന ആദ്യ മനുഷ്യരെ ഈ വ്യക്തി ഒരു പാമ്പിനെ ഉപയോഗിച്ചുകൊണ്ട് പാമ്പിന്റെ പിന്നാലെ സംസാരിച്ചത് ഈ ആത്മവ്യക്തിയാണ് സാർ. അപ്പൊ ദൈവത്തിന് എതിരെ ദൈവം പറഞ്ഞ കൽപ്പനയെ ലംഘിക്കാൻ വേണ്ടി ഈ വ്യക്തി സംസാരിച്ചു. കാരണം ദൈവം പറഞ്ഞു നിങ്ങൾ ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ ഫലം ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ ദൈവത്തിന്റെ അധികാരമാകുന്ന ആ സ്ഥാനം നന്മ തിന്നറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുകയോ തൊടുകയോ ചെയ്തത്. കാരണം നിങ്ങളും ഈ തോട്ടവും അതിലുള്ളതിന്റെ എല്ലാ അവകാശം ഞാനാണ്. അപ്പൊ ആ ദൈവത്തിന്റെ അധികാരം അർത്ഥമാക്കുന്ന ഒരു നിർദ്ദേശമാണ് അവിടെ കൊടുത്തിരുന്നത്. അപ്പോഴേ ഈ ദൈവത്തിന്റെ അധികാരത്തെയും ദൈവത്തിന്റെ കീഴിൽ ജീവിക്കണമെന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെയും ഈ വ്യക്തി തള്ളിക്കളയാൻ ഇടയാക്കി സാർ. ദൈവത്തെ കുറിച്ച് എന്നാണ് പറഞ്ഞു. അപ്പോഴേ തിന്നതെന്ന് പറഞ്ഞ ആ വൃക്ഷഫലം ദൈവത്തിന്റെ അധികാരമാകുന്ന ആ ദൈവത്തിന്റെ സ്ഥാനത്തെ അവർ കൈകടത്തി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതുപോലെയാണ് നിങ്ങളത് തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ബൈബിളിൽ ദൈവത്തിന് 1000 വർഷമാണ് ഒരു ദിവസം. അപ്പോൾ അങ്ങനെയാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി വൃക്ഷഫലം തിന്നിട്ട് ദൈവം ചോദിച്ചപ്പോൾ ധിക്കാരം പറഞ്ഞ് അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷെ ഈ വ്യക്തി 930 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. ദൈവത്തിന്റെ കണ്ണുമുമ്പിൽ ഒരു ദിവസം അദ്ദേഹം ജീവിച്ചില്ല. പക്ഷെ അവരുടെ മക്കളായ നമ്മള് ഇപ്പൊ വിനോദ് സാറും നമ്മളൊക്കെ അവരുടെ കീഴിലുള്ളതാണ്. ഞാൻ ചോദിച്ചതിന്റെ ചോദ്യമല്ല നിങ്ങൾ പറയുന്നത്. അപ്പൊ അത് പറയട്ടെ സാറേ. അപ്പോഴേ ഈ സാത്താൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ കുറ്റമറ്റവനായിരുന്നു. ദൈവം അവനെ കുറ്റമറ്റവനായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം വിനോദ് സാർ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തു. ആ ദുരുപയോഗം ചെയ്തതിനാണ് അവനെ തള്ളിക്കളഞ്ഞു. ഇപ്പൊ അവനാണ് ഈ ലോകം മുഴുവനും ഈ കുഴപ്പമുണ്ടാക്കുന്നത്. ബൈബിൾ പറയുന്നത് നിങ്ങൾ ബൈബിൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന സാത്താനെ സൃഷ്ടിച്ചതും യേശു ആയിട്ട് അല്ലെങ്കിൽ യഹോവയാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച യഹോവയുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാത്ത സാത്താന യഹോവ തള്ളിക്കളഞ്ഞു. അല്ല പറയട്ടെ സാർ അതൊന്ന് പറയട്ടെ. ഇപ്പൊ എന്ന് വെച്ചിരുന്ന ഇപ്പോ ദൈവത്തെ കൂടാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ദൈവഭരണത്തിൽ നിന്നും ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ഒരു ലോകമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നിർദ്ദേശം കൊടുക്കാനോ ഇവിടെ മനുഷ്യൻ നല്ലവണ്ണം ജീവിക്കാൻ എങ്ങനെ ജീവിക്കണമെന്നോ ഒരു വ്യക്തമായ നിർദ്ദേശം കൊടുത്ത് അവരെ വഴി നയിക്കാൻ ഇന്നിവിടെ നമുക്കൊരു നേതാവില്ല. സാർ ശ്രദ്ധിച്ചോ? അപ്പോഴേ നമ്മുടെ ഈ നാട്ടിലെ നേതാവില്ലേ സാറിപ്പോ പറയുന്നതേ ഇപ്പൊ ഉദാഹരണത്തിന് യേശു ഈ ലോകത്തെ നിയന്ത്രിക്കാൻ വേണ്ടി യേശു ദൈവത്തിന്റെ പുത്രനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു ഗുരുവാണ് യേശു. അപ്പൊ യേശുവിന്റെ തത്വം മനസ്സിലാക്കി നല്ല ഒരു മഹാനായ ഗുരുവായിട്ട് സങ്കല്പിക്കാം. അപ്പൊ സാർ ഇപ്പൊ യേശു പറഞ്ഞ കാര്യം വിനോദ് സാറും ഞാൻ ഈ ഭൂമിയിൽ എല്ലാവരും അനുസരിച്ച ഈ ലോകത്ത് ഒരു പ്രശ്നമില്ല സാർ. നമ്മളെല്ലാം ഒരു അമ്മ മക്കളെ പോലെ ജീവിക്കാം. ഇപ്പൊ യേശുവിനെ അനുസരിക്കുന്നില്ല, യഹോവയെ അനുസരിക്കുന്നില്ല, ഇപ്പൊ സ്വതന്ത്ര ചിന്താഗതിക്കുള്ള ആൾക്കാർ. ചോദ്യത്തിനുള്ള മറുപടി എന്ന് വെച്ചാല്
സാത്താനെ സൃഷ്ടിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചത്. അതിനുള്ള മറുപടി കിട്ടിയാൽ ഒരു ഈ സാത്താനെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല സാർ. അല്ല, പൈശാചികത. അതിന്റെ അർത്ഥം എതിരാളി എന്നേ ഉള്ളൂ. ഇപ്പൊ എതിരാളി എന്ന് മാത്രമാണോ? അതെ, എതിരാളി. അമേരിക്കയുടെ പിന്നെ എതിരാളി ഇന്ത്യ ആയതുകൊണ്ട് അമേരിക്കക്ക് ഇന്ത്യ സാത്താനാണ്, അങ്ങനെയാണോ? അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല സാർ. ഇപ്പൊ നമ്മുടെ ഇപ്പോൾ ബൈബിളിലെ ആത്മീയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതെ, ഞാൻ ചോദിക്കുന്നത് സാത്താൻ ഒരു വ്യക്തിയല്ലേ? ഈ സാത്താൻ എന്ന് പറയുന്ന ജഡ വ്യക്തിയല്ല സാർ. അവൻ ദൈവത്തെ പോലെ ഒരു ആത്മ വ്യക്തിയാണ്, സ്വർഗത്തിലുള്ള ഒരു വ്യക്തി, യേശുവിനെ പോലെ. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടല്ലോ, സ്വർഗത്തിലേതായ ഒരു വ്യക്തി ഉണ്ടല്ലോ. ആ വ്യക്തിയെ ഉണ്ടാക്കിയത് ആരാണ്? അതാ ചോദ്യം സാർ. ഞാൻ പറഞ്ഞു കണ്ടില്ല സാർ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ. അല്ല, അതെനിക്ക് മനസ്സിലായി. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുന്നത് വരെ നീ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷെ നീ തെറ്റ് ചെയ്തതോടുകൂടി നീ എനിക്ക് പറ്റാത്തതായി നിന്നെ ഞാൻ പുറന്തള്ളുന്നു എന്നാണ് പറഞ്ഞത്. അതെ അതെ. അപ്പോഴേ സാർ, ആ പുറന്തള്ളിയ വ്യക്തിയാണ് സാത്താൻ. അതെ. അപ്പോഴാണ് ഒരു സംശയം. അങ്ങനെയാണെങ്കിൽ യഹോവക്ക് അന്ന് ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഭൂരിപക്ഷം ജനങ്ങളിൽ ദുരിതം അനുഭവിക്കില്ലായിരുന്നു. കാരണം അന്ന് ഈ പുറന്തള്ളത്തിന് പകരം ഈ സാത്താൻ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയാൽ പോരായിരുന്നു. എന്നിട്ട് ഇന്ന് ഈ ജനങ്ങൾ ദുരിതം അനുഭവിക്കുക. സാറേ, എങ്ങനെ അറിയാമോ സാർ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ദൈവം ഈ സൃഷ്ടിക്രിയകൾ ചെയ്തപ്പോ ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ച ആനന്ദിച്ചു എന്ന് പറയുന്നു. ഈ കോടിയുണ്ട് സ്വർഗത്തിലെ ആത്മപുത്രന്മാര്, കോടികളുണ്ട്. അപ്പൊ ഈ ഭൂമിയിലുള്ളതിനേക്കാളും 7 ഇരട്ടി കൂടുതൽ സ്വർഗത്തിലുണ്ട്. അപ്പൊ സാറ് ശ്രദ്ധിച്ചോണ്ട്, ഈ സൃഷ്ടിക്രിയകൾ ചെയ്തപ്പോ ബൈബിൾ പറയുന്നത് ദൈവപുത്രന്മാരെല്ലാം ആനന്ദം കൊണ്ട് സന്തോഷിച്ചാർത്തു എന്നാ പറയുന്നത്. അപ്പോഴേ ഇത്രയും കോടാനുകോടി ദൂതന്മാരുള്ളതിൽ മോശമായ ഒരു ചിന്ത ഈ ദൂതനിൽ രൂപപ്പെട്ടപ്പോൾ അത് യഹോവ കണ്ടു സാർ. ഇപ്പൊ ഉദാഹരണത്തിന് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ ജനങ്ങളെ ദുരിതം അനുഭവിക്കണമെന്നാ ചോദിക്കുന്നത്. പറയട്ടെ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. വിനോദ് സാറിന്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോഴേ ഞാൻ ഇപ്പൊ സാറിന്റെ കീഴിൽ ജോലി ചെയ്യണമെന്ന് വെച്ചോളി. ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണമാണ്. അപ്പൊ സാറിന് ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അപ്പൊ ഞാൻ സ്റ്റാഫുകളുടെ മുമ്പിലെല്ലാം നല്ലവനാണ്. അപ്പൊ ഞാൻ ഒരു തെറ്റ് ചെയ്ത് സാറ് മാത്രം കണ്ടു എന്ന് വെച്ചോണം സാറേ. കണ്ടത് അപ്പൊ മറ്റുള്ള സ്റ്റാഫുകളൊന്നും കണ്ടില്ല. പക്ഷെ ഈ വ്യക്തി സ്റ്റാഫുകളുടെല്ലാം വലിയ കാര്യമാണ്. അപ്പോഴ് ഈ ഉടമ ഇല്ലെങ്കിൽ സാറ് എന്നെ കൊന്നെന്ന് വെച്ചോ, അവരൊന്നും അറിയാതെ സാറ് വെച്ചോ. അപ്പോഴേ സഹപ്രവർത്തകരെല്ലാം കേൾക്കില്ല നമ്മുടെ അർജുന എവിടെ എന്ന്. അതിന് ഉത്തരം സാറല്ലേ പറയേണ്ടി വരും. അതെ, പറയേണ്ടി വരും. സാറേ പറയട്ടെ. അപ്പോഴേ സാറ് ഈ ഞാൻ ചെയ്ത തെറ്റ് എന്നെ ശിക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത തെറ്റ് സാറിന്റെ മറ്റുള്ള സ്റ്റാഫുകളെ കൂടെ മനസ്സിലാക്കി കൊടുത്താലോ? സാറിന് ധൈര്യമായിട്ട് എന്നെ ശിക്ഷിക്കാമല്ലോ. അതെ, എന്നിട്ട് എന്തുകൊണ്ട് ഈ 2000 കൊല്ലം ശിക്ഷിച്ചിട്ടില്ലേ എന്നാണ് ചോദ്യം. ഇല്ല, 2000 വർഷമല്ലല്ലോ സാറേ, 6050 വർഷമായി. സാത്താനെ ശിക്ഷിച്ചിട്ടില്ല. അപ്പൊ അത് വിട്ടുവീഴ്ചയല്ലേ? അല്ല, വിട്ടുവീഴ്ച അല്ല സാർ. അതല്ല, അത് അങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോൾ ജനങ്ങളോട് ചെയ്യുന്ന മഹാപാതകല്ലേ? മറ്റുള്ളവരെ ചെയ്യുന്നത് അല്ല സാർ. വിനോദ് സാർ, ഒരു കാര്യം മനസ്സിലാക്കണേ. ഇപ്പൊ 6050 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളുടെ കാര്യം എന്താണെന്ന് വിനോദ് സാറിന് അറിയില്ല. ഉദാഹരണം ഞാൻ പറയാണ്. ഇപ്പൊ യാദർച്ഛികമായിട്ട് നമ്മൾ കണ്ടുമുട്ടി ഈ ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ള ഇട വന്നു. അപ്പൊ സാറിന് യഹോവയെ കുറിച്ചും ഇവിടെ ഏതം തോട്ടത്തിൽ നടന്നതും ഈ നിഷ്കളങ്കനായവൻ അവൻ മനഃപൂർവ്വം പാപം ചെയ്യുന്നുള്ള ഒരു ചെറിയ ഒരു കാര്യം സാറിന് കിട്ടി. സാറേ, ഇപ്പൊ എന്ന് വെച്ചിരുന്ന ഒരാളിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഒരാളിനെ ഏർപ്പാട് ചെയ്യുമ്പോഴേ അത് കൊല്ലുന്നതിനേക്കാളും അതാണല്ലോ കുഴപ്പം. ആരും കൊന്നിട്ടില്ലല്ലോ. ആരും കൊന്നിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ഈ മരണത്തിന്റെ അധികാരി ഇദ്ദേഹമാണല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഏതൻ തോട്ടത്തിലുള്ള ആളാ ഇദ്ദേഹം കൊന്നിട്ടില്ലല്ലോ? കൊന്നിട്ടുണ്ട് സാർ. കാരണം ഈ ദൂതൻ നിമിത്തമാണല്ലോ ദൈവത്തിൽ നിന്ന് അവർ അന്യായപ്പെട്ട് മരണത്തിലേക്ക് പോയി നമ്മളെല്ലാം മരണത്തിലേക്ക് വന്നത്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അതുകൊണ്ടാണ് മരിക്കുന്നത്? അതെ, ഇങ്ങനെ പറയുന്നുണ്ട് ബൈബിളില്. റോമർ 5:12.
റോമർ 5:12 പറയുന്നത്. അപ്പോഴൊരു സംശയം പറയട്ടെ സാറേ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളും അവരുടെ മക്കളെല്ലാം അനുഭവിക്കണമെന്നാണോ? അല്ല സാർ, അല്ല. എന്നറിയാമോ, അതല്ലേ ഏതോ ഒരാൾ ഒരു തെറ്റ് ചെയ്തതിന് ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാർ മുഴുവൻ അനുഭവിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? ഇല്ല, മനുഷ്യൻ അനുസരിക്കണ്ടല്ലോ സാർ. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യര് പാപം ചെയ്തു, അവർക്ക് മക്കൾ ജനിച്ചു. അപ്പൊ മക്കൾ ജനിച്ച സമയത്ത് ഒരാള് യഹോവയെ ആരാധിച്ചു പ്രസാദിപ്പിച്ചു. അപ്പൊ രണ്ടാമത്തെ ആള് അവന് സന്തോഷം തോന്നിയില്ല. അപ്പോഴേ യഹോവ കയ്യിനെ വിളിച്ച് പറഞ്ഞു, നിന്റെ മുഖം പാടുന്നത് എന്ത്? നീ നന്മ ചെയ്യും, നിനക്ക് പ്രസാദം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോ ഈ അപൂർണരായ മനുഷ്യർ ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്ത് ജീവിക്കാൻ വന്നപ്പോ അവര് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവന്റെ ചേട്ടൻ അല്ല, അവരെന്ത് തെറ്റാണ് ചെയ്തത്? അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്ത് പോകേണ്ടി വന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരെന്ത് തെറ്റാ ചെയ്തത്? അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സാറേ. ഇപ്പൊ വേറൊരു കാര്യം വെച്ചിരുന്ന, ഇപ്പൊ വിനോദ് സാറിന്റെ സ്ഥാപനത്തിൽ ഞാൻ നിൽക്കുമ്പോ നിങ്ങൾ അസാധാക്കിക്കൊണ്ട് ആ സ്ഥാപനം ഞാൻ കൈയടക്കിയത് തെറ്റല്ലേ സാർ? 100% തെറ്റാണ്. ഇവിടെ അവർ കൈയടക്കിയിട്ടില്ലല്ലോ. കൈയടക്കി സാർ. അവരെ പുറത്താക്കിയിട്ടില്ലേ ഇത്? പുറത്താക്കി. പിന്നെ കൈയടക്കമെന്ന് പറഞ്ഞാല് എന്ന് വെച്ചെന്നാ ഇനി ഒരു കാര്യം സാർ. ഇപ്പോ ഞാൻ ഒന്ന് കേൾക്കട്ടെ. ദൈവം ഈ ഭൂമിയെ, മനോഹരമായ ഈ പ്രപഞ്ചവും മനോഹരമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണ്. ഈ ദൈവമാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചതാണോ നിങ്ങൾ പറയുന്നത്? അത് യഹോവ തന്നെ സൃഷ്ടിച്ചത്. എത്രാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും കഴിഞ്ഞിട്ട് ബൈബിൾ പറയുന്ന അനുസരിച്ച് മനുഷ്യനാണ് അവസാനം സൃഷ്ടിച്ചത്. എത്ര ദിവസം വേണ്ടി വന്നിട്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ? അങ്ങനെ ദിവസം വേണ്ട. കാര്യം വെച്ചാൽ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മുകളിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനോടെ. ആദ്യം മനുഷ്യനാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അതിന് മുമ്പ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, എല്ലാ സൃഷ്ടികളും, എല്ലാ ജീവജാലങ്ങളും, പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ദൈവത്തിന് എത്ര ദിവസമാണ് വേണ്ടി വന്നത് ചോദിച്ചത്? ദൈവത്തിന് സാറേ, ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞില്ലേ, യഹോവയ്ക്ക് 1000 വർഷം ഇന്നലെ രാത്രി കഴിഞ്ഞു പോയ ഒരു യാമം പോലെയാണ്. എന്ന് വെച്ചാൽ ഒരു യാമം 3 മണിക്കൂറാണ്. അപ്പോഴേ ദൈവം ബൈബിളില് 1000 വർഷം ഒരു ദിവസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ ബൈബിളില് എത്ര ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയത്? ദൈവത്തിന്റെ വർഷമാണെങ്കിൽ ഈ ഓരോ ദിവസം എന്ന് പറയുമ്പോൾ അതിനൊരു നീണ്ട കാലയളവാണ്. എന്ന് വെച്ചാൽ ഉണ്ടാക്കി രണ്ടാമത്തെ ദിവസം അങ്ങനെ എന്തും കൊണ്ടോ കണക്കുണ്ടങ്ങനെ? അല്ല, ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട്. 1-ാം ദിവസം. ഈ 1-ാം ദിവസം എന്ന് പറയുമ്പോൾ അത് 100 കണക്കിന് വർഷം എടുത്തിട്ടുണ്ട്. കാരണം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വർഷം എന്ന് പറയാൻ മനുഷ്യന്റെ വർഷം തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞു. വ്യത്യാസമുണ്ട്. അപ്പൊ സൃഷ്ടി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറായ സൃഷ്ടിയല്ല അവിടെ നടന്നത്. 24 മണിക്കൂർ. ഈ ദൈവം സൃഷ്ടിച്ചത് 24 മണിക്കൂർ നമ്മുടെ ജഡ ജീവിതത്തിന്. നമുക്ക് 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ജീവിതം കറക്റ്റ് ആക്കുന്നു. അപ്പൊ ഈ ഒരു ദിവസത്തെ 24 മണിക്കൂർ അല്ല സാർ ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള കണക്ക്. അത് നിങ്ങൾ പറഞ്ഞു 1000 ദിവസമാണ് മനുഷ്യന്റെ എന്ന് പറഞ്ഞു. പറഞ്ഞു. അതെ, അത് പറഞ്ഞു. അത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചോദിച്ചൊക്കെ കാര്യം എനിക്ക് വിനോദ് സാറിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ പറയുന്ന കാര്യം സാർ മനസ്സിലാക്കുന്നുണ്ട്. അല്ല, എനിക്കത് മനസ്സിലാവണം. കാരണം നമ്മൾ ഇങ്ങനെയുള്ള പല വേദികളിൽ ഇത് കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സംശയം എന്താണെന്ന് വെച്ചാൽ, ഏദൻ തോട്ടത്തിൽ നിന്നും നിങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ ഇത്രയായിട്ട് പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം, ഏദൻ തോട്ടം എന്ന് പറയുന്ന ഒരു തോട്ടത്തില് മനുഷ്യന്മാരെ ഈ യഹോവ സൃഷ്ടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മനുഷ്യന്മാരെ അല്ല സാർ, ആരെയാ ഉണ്ടാക്കിയത് എന്ന് വെച്ചിരുന്ന ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനെ. ആദ്യം പുരുഷനെ ഉണ്ടാക്കിയത്. ശരി, പിന്നെയോ? പറയട്ടെ സാർ. അപ്പോഴ് നമുക്ക് ഇന്ന് കാണുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഈ ആദാമാണ് പേരിട്ടത്. ആ പേര് ഇന്ന് നിലവിലുണ്ട്. ഈ ഇന്ന് കാണുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ആദാമാണ്, ആദ്യ മനുഷ്യനാണ് പേരിട്ടത്. ആദ്യത്തെ മനുഷ്യന്റെ പേര് ആദം. അത് ആദം എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം മനുഷ്യനെന്നാ. ആയിക്കോട്ടെ, ആദാം എന്ന ഒരു പേര്. ആദ്യ മനുഷ്യൻ. അപ്പൊ ബൈബിൾ പറയുന്ന ചരിത്രം, എല്ലാ ജീവജാലങ്ങളും ജോഡി ജോഡിയായി ദൈവം സൃഷ്ടിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അത് ഉണ്ടാകുമ്പോ ആദ്യം ഓർമ്മ ഉണ്ടാവൂലേ?
പിന്നെ രണ്ടാമത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ഇപ്പൊ പക്ഷിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരാണും ഒരു പെണ്ണും ഉണ്ടാക്കി, പശുവിന് ഉണ്ടാക്കുമ്പോൾ ഒരാണും ഒരു പെണ്ണും ഉണ്ടാക്കി, ആനയിൽ ഉണ്ടാക്കുമ്പോൾ ഒരാണും പെണ്ണും ഉണ്ടാക്കി, മനുഷ്യന് മാത്രം ഉണ്ടാക്കുമ്പോൾ എന്താണ് ഏകജീവിയാക്കിയിട്ട് ഉണ്ടാക്കിയത്? അല്ല സാർ, അത് എന്നറിയാം സാർ, വിനോദ് സാർ അതൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ജീവജാലങ്ങൾക്കെല്ലാം ദൈവം ഫുൾ ജ്ഞാനം കൊടുത്തിരിക്കുകയാണ്. ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനം അനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു. അതിന് അത് ദൈവത്തെ ആരാധിക്കേണ്ടയോ മനുഷ്യനെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ജ്ഞാനം കിട്ടിയിട്ട് അതെന്താണെന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കാത്തത്? അല്ല, അതിന് സഹജ ജ്ഞാനമല്ല സാർ. അത് മനുഷ്യന് മറ്റെല്ലാ ജീവജാലങ്ങൾക്ക് ദൈവം ഫുള്ളായിട്ടുള്ള ജ്ഞാനം കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ അവർ യഹോവയെ പ്രാർത്ഥിക്കണ്ടേ? അങ്ങനെ പ്രാർത്ഥിക്കാൻ ജീവജാലങ്ങളെ വെച്ചേക്കാൻ പാടുണ്ടോ? സാറേ പറഞ്ഞ മനസ്സിലായില്ലേ? സംസാരിക്കാനുള്ള പ്രാപ്തി, ചിന്തിക്കാനുള്ള പ്രാപ്തി, ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള പ്രാപ്തി അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ സാർ. അത് എനിക്കും വിനോദ് സാറിനും ഉള്ളു. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ഫുള്ളായിട്ടുള്ള ജ്ഞാനം കൊടുത്തു എന്ന് പറയുമ്പോൾ അത് അതിൽ പെട്ടല്ലോ. അത് പറഞ്ഞ മനസ്സിലായില്ല. ഫുള്ളെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അത് പ്രവർത്തിക്കുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന ഇപ്പം നമ്മളിപ്പോഴേ ഒരു റേഡിയോ വാങ്ങി, അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് അത് പ്രവർത്തിക്കാൻ നോക്കൂ. അല്ല, നിങ്ങൾ ജീവജാലങ്ങൾക്കും മുഴുവനായിട്ട് ജ്ഞാനം കൊടുത്തു എന്താ പറയാ, മനുഷ്യനൊഴികെ ആ സഹജ ജ്ഞാനം അത് പ്രവർത്തിക്കുകയല്ലേ. ഇപ്പൊ അത് ഭക്ഷണം കഴിക്കുന്നു, മക്കളുണ്ടാക്കുന്നു, ചാവുന്നു, അങ്ങ് പോകുന്നു. അതോടെ അതങ്ങ് നശിച്ചു പോകുന്നു, പുതിയതുണ്ടാവും. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല സാർ. മനുഷ്യൻ ഈ ഭൂമിയിൽ എന്നേക്കും ജീവിച്ചിരിക്കണമെന്നാണ് മനുഷ്യനെ ദൈവം രൂപകൽപ്പന ചെയ്തത്. അങ്ങനെ വന്നു കഴിഞ്ഞാല് കൊള്ളും സാർ. എന്ന് വെച്ചിരുന്ന ഇപ്പൊ ബൈബിൾ പറയുന്നത് ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പിന്നെ ഈ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് ഈ മരിച്ചുപോയ എല്ലാ ആൾക്കാരും ഈ ഭൂമിയിൽ തിരിച്ചു വന്നാലും ഒരാളിന്, ശാസ്ത്രീയ കണക്കാണ്, ഒരാളിന് 2 ഏക്കർ സ്ഥലം വെച്ച് അളന്നു കൊടുത്തിരുന്നാലും വീണ്ടും ഈ ഭൂമിയിൽ മിച്ചമാണ്. കാരണം കോടിക്കണക്കിന് കിലോമീറ്ററുകൾ ഇവിടെ തരിശുഭൂമിയായിട്ട് കിടക്കുകയാണ്. അപ്പൊ അതെല്ലാം ഇന്ന് അതൊക്കെ തരിശുഭൂമിയായിട്ട് കിടക്കുന്നതിന്റെ കാരണം എന്താ? ഇന്ന് രാജ്യങ്ങളെല്ലാം അവർ കൈയടക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ എല്ലാ ആൾക്കാരും തിരിച്ചു വന്നാലും ഈ ഭൂമിയിൽ വിനോദ് സാറും ഞാനും നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാം മരിച്ചുപോയവരെല്ലാം തിരിച്ചു വന്ന് നമുക്ക് തിരിച്ചു ദൈവം കൊണ്ടുവരും. നമുക്ക് അവരെയൊക്കെ കാണാം, കണ്ടിട്ട് നമ്മുടെ ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന ദൈവം പറയുന്നത് സാർ. ഇപ്പൊ മുമ്പ് പറഞ്ഞല്ലേ 2000 കൊല്ലം കണക്ക് തെറ്റിയിട്ടുണ്ടാവില്ലേ? ഇല്ല, തെറ്റില്ല സാർ. ദൈവം 1000 കൊല്ലങ്ങൾക്ക് മുമ്പല്ലേ? അല്ലല്ല, 1000 കൊല്ലത്തിന് മുമ്പിൽ പറഞ്ഞെങ്കിലും സാറേ ഈ ബൈബിൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് 2000 വർഷമായി. പക്ഷെ ഈ ബൈബിൾ പൂർണ്ണമായിട്ട് തന്നെങ്കിലും ദൈവം അതിൽ കൃത്യതയോടെ എല്ലാം കൃത്യമായിട്ട് ചെയ്തിരിക്കുകയാണ്. യഹോവ എന്ന പേരിന്റെ അർത്ഥം തന്നെ ആയിത്തീരാൻ ഇടയാക്കുന്നവനാണ്. അപ്പൊ താൻ എന്തുദ്ദേശിച്ച ആ കൃത്യസമയത്ത് ദൈവം അത് ഞാൻ 2 കാര്യം മാത്രം ഒന്ന് പറഞ്ഞു നന്നായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങ് പറഞ്ഞത് ഞാനൊന്ന് കോട്ട് ചെയ്ത് പറയുകയാണ്. ആദിമ മനുഷ്യരായിട്ടുള്ള ആദം, അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാഗം കുറച്ച് കൂട്ടിച്ചേർത്ത് പറയാണ്, ആദവും ഹവ്വയും ഇവരാണ് ആദിമ മനുഷ്യർ. അവർ തന്നെ സാർ. അപ്പൊ ഞാൻ ഇത് പറയട്ടെ. അപ്പൊ ഈ ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിലൂടെ സഞ്ചരിക്കുന്നു. ഏദൻ തോട്ടത്തിലുള്ള ഏത് പഴവും നിങ്ങൾക്ക് കഴിക്കാം. എന്നാൽ ഈ തോട്ടത്തിന്റെ മധ്യഭാഗത്തുള്ള ആ മനോഹരമായിട്ടുള്ള അത്തിപ്പഴം മാത്രം നിങ്ങൾ കഴിക്കരുത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ, നീ എന്റെ വാക്കിന് ധിക്കരിച്ചു കഴിഞ്ഞാൽ, അത് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിവുള്ളൊരു പഴമാണ്, അത് ഒരു കാരണവശാലും നീ കഴിക്കരുത്. അങ്ങനെ ആയാൽ നീ ഈ തോട്ടത്തിൽ നിന്ന് വെളിയിലേക്ക് പോകും, നീ എന്റെ പ്രിയപ്പെട്ടവനല്ലാതായി തീരുമെന്ന് യഹോവ പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല സാർ. അപ്പൊ അത് കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിക്കാൻ പാടില്ല. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. എങ്ങനെയാ പറഞ്ഞത്? നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം, ശരി തെറ്ററിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുകയോ തൊടുകയോ ചെയ്യരുത്. നന്മ തിന്മകൾ തിരിച്ചറിയുന്ന പഴം തിന്നാൻ പാടില്ല, തൊടാൻ പാടില്ല. അത് എന്തെന്നറിയാം സാർ? അല്ല, അതെന്തോ ആവട്ടെ, അത് തൊടാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? അത് പറയട്ടെ സാർ, അത് പറയട്ടെ. എന്ന് വെച്ചിരുന്ന ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അവകാശം യഹോവയ്ക്ക് മാത്രമേ ഉള്ളൂ, മനുഷ്യനില്ല. അപ്പൊ ഇപ്പൊ എന്ന് വെച്ചിരുന്ന ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും യഹോവയ്ക്ക് മാത്രമേ ഉള്ളൂ. യഹോവയുടെ ആ സ്ഥാനമാണ് മനുഷ്യൻ കൈയടക്കിയത്. അതുകൊണ്ടാണ് അതെന്തോ ആവട്ടെ. അപ്പൊ അത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള പഴം തിന്നാൻ പ്രേരിപ്പിച്ചത് സാത്താനാണ്. അപ്പൊ ഏദൻ തോട്ടത്തിലെത്തിയിട്ടുള്ള അവിടുന്ന് ആദവും ഹവ്വയും ഈ പഴത്തിന്റെ ഈ വൃക്ഷത്തിന്റെ അരികിൽ എത്തിയ സമയത്ത് സാത്താൻ പറഞ്ഞു, ഇത് നിങ്ങൾ കഴിച്ചോളൂ, ഇത് നിങ്ങൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ചു. അത് പ്രകാരം അവർ ആ പഴം കഴിച്ചു. അതെ. എന്നാൽ ഞാൻ അങ്ങ് പറഞ്ഞതിനോട് ഒരു ചെറിയൊരു വിയോജിപ്പ് എന്ന രീതിയിൽ പറയട്ടെ. നന്മയും തിന്മയും, ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ നന്മയും തിന്മയും അവർക്ക് സ്വയബോധം ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ വിദ്യാലയത്തിൽ പറഞ്ഞേക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നന്മയും തിന്മയും ഉണ്ടാകണം. അവരത് തിരിച്ചറിഞ്ഞിട്ട് തിന്മ ചെയ്യാതെ നന്മ മാത്രം ചെയ്യണമെങ്കിൽ അത് നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാനും അറിവ് നേടാൻ വേണ്ടിയാണ് നമ്മൾ അവരെ എവിടത്തേക്ക് അയക്കുന്നത്? വിദ്യാലയത്തിലേക്ക് അയക്കുന്നത്. എന്നാൽ നിങ്ങൾ വിദ്യാലയത്തിൽ പോകണ്ട, നിനക്ക് വേണ്ടുന്ന അറിവൊക്കെ ഞാൻ തരും, ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് അച്ഛനും അമ്മയും പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി എന്താകും? ഇതുപോലെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ നന്മയും തിന്മയും തിരിച്ചറിയാൻ വേണ്ടി പ്രേരിപ്പിച്ച സാത്താൻ ചെയ്തതല്ലേ ഗുണം? അതല്ലാതെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ യഹോവ തെറ്റുകാരനല്ലേ ശരിക്കും? മനുഷ്യൻ നന്നാവുന്നത് ഇഷ്ടമല്ലാത്ത കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്? ഒന്നാമത്തെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാല് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗം കൂടി ഞാൻ പറയാം. ഈ പഴം കഴിച്ചതോടു കൂടിയാണ് അവർക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾ നഗ്നരാണ് എന്നുള്ളൊരു ബോധം. അതുവരെ അവർ ഉടുതുണിയില്ലാതെ, കാരണം സാധാരണ മൃഗങ്ങളെ പോലെ ജീവിച്ചിരുന്നവരായിരുന്നു. പക്ഷെ ആ അവസരത്തിൽ അവർക്ക് പെട്ടെന്ന് തോന്നി, അയ്യോ ഞാൻ വസ്ത്രം ധരിക്കാത്ത ആളാണെന്ന് തോന്നി. അവരവിടുത്തെ അത്തി ഇലകളെടുത്ത് അവർ ശരീരത്തിന്റെ നഗ്നത മറച്ചു എന്നും, അതിനുശേഷം പെട്ടെന്ന് ഈ സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ യഹോവ അവിടത്തേക്ക് വരുമ്പോൾ അവർ ഭയന്ന്, യഹോവയുടെ ശബ്ദം കേട്ട് ഭയന്ന് അവർ തൊട്ടടുത്ത കുറ്റിക്കാടുകളിൽ ഒളിച്ചു. അപ്പൊ യഹോവ പറയാണ്, ആദം ഹവ്വ നിങ്ങൾ എവിടെയാണുള്ളത്? നിങ്ങൾ വെളിയിലേക്ക് വരൂ, നിങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇത്രയും കാര്യം ശരിയാണോ? അല്ല, ശരിയല്ല. അപ്പൊ ഇവർ ഒളിച്ചിട്ടില്ല, നഗ്നത മറച്ചിട്ടില്ല. സാറ് പറഞ്ഞത് ശരിയല്ല. എന്താണ് കാരണം? ഇല്ല, അത് സാറ് ഊഹിച്ചെടുത്താണ്. അത് പറഞ്ഞുതരാം സാർ. അല്ല, തെറ്റ് പറയൂ. അതിലെന്താണ് തെറ്റെന്നല്ലേ പറയൂ? തെറ്റെന്ന് പറഞ്ഞാൽ ദൈവം ഈ സൃഷ്ടിക്രിയ അത് ക്രമമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ല, അതല്ല ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? തെറ്റുണ്ട്. പറയട്ടെ, തെറ്റുണ്ട്. അപ്പൊ നിങ്ങൾ നഗ്നനായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേ സാർ എന്താ അവിടെ ഉദ്ദേശിച്ചേ? അവർ വസ്ത്രം ധരിക്കാത്ത ആളാണെന്നുള്ള ബോധം അവർക്കുണ്ടായി. ഇല്ല. ഇപ്പൊ ഇന്നത്തെ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നു. പിന്നെ എന്ന് പറയുന്നത്? പറയട്ടെ സാർ, അത് പറയട്ടെ. വിനോദ് സാർ പറയട്ടെ. നമ്മളൊരു കാര്യം പറയുമ്പോൾ ശരിയായിട്ട് പോകണമല്ലോ. ഇപ്പൊ അവർ നഗ്നരാണെന്ന് പറഞ്ഞു. അവർ അമ്മയപ്പനും വിട്ടുപിരിഞ്ഞ് ഏകദേഹമായി തീരും എന്ന് അവരുടെ ജീവിതത്തിന്റെ ആ ഭാഗമായിട്ട് പറഞ്ഞു. അത്ര പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അത് നഗ്നരാണെന്ന് അവർക്ക് ബോധം വന്നില്ലേ? അല്ല, പറയട്ടെ സാറേ. അപ്പോഴേ ദൈവം അവരെ നഗ്നരെന്ന് പറഞ്ഞത് സാർ എന്താ ഉദ്ദേശിച്ചവിടെ? അല്ല, നഗ്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് സ്വയം തോന്നുവാണ് നമ്മൾ ദൈവമല്ല അവരോട് പറഞ്ഞത് നഗ്നരാണെന്ന്. സാറേ, ഇപ്പൊ എങ്ങനെ അറിയാമോ? ദൈവം അവരോട് പറഞ്ഞത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് ആകാശത്തിലെയും ഭൂമിയിലെയും സമുദ്രത്തിലെ എല്ലാ ജീവജാലങ്ങളെയും പരിപാലിച്ച് വാഴണമെന്നാണ് അവർക്ക് കൊടുത്ത നിർദ്ദേശം. അത് പിന്നീട് ഇല്ലല്ല, പിന്നീടല്ല ചോദിക്കുന്നത് ഉപേക്ഷിച്ച് ഇവര് ആ പഴം കഴിച്ചപ്പോൾ അവിടെ ദൈവം പറഞ്ഞതെന്താണ്? സാറേ, ദൈവ ഉദ്ദേശവുമായിട്ട് നമുക്ക് വരണമല്ലോ. നമ്മൾ തെറ്റായ ഒരു ഭാഗം എടുത്തല്ലോ ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ ഈ ചർച്ച, ഈ ആത്മീയ ചർച്ചയിൽ ദൈവോദ്ദേശവുമായിട്ട് വരണം. അത് നമ്മുടെ അല്ലല്ല, സാറിപ്പോ പറഞ്ഞില്ലേ, നമ്മുടെ ബൈബിൾ ചർച്ച ചെയ്യുമ്പോൾ ദൈവ ഉദ്ദേശവുമായിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ അതിലെ തെറ്റ് കുറ്റം കണ്ടുപിടിച്ച് സംസാരിക്കുന്നില്ല. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരാള് ഒരു വ്രണമുണ്ട്, ഒരു പരിക്ക് പറ്റി. ആ പരിക്ക് പറ്റിയതിന്റെ കാരണം എന്താണെന്ന് അറിയണമല്ലോ. അതെ. അപ്പൊ എന്നതുപോലെയാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. കാരണം വെച്ചിരുന്നാൽ ദൈവം അവരോട് പറഞ്ഞത് ഈ മനുഷ്യന്, ഈ സ്ത്രീയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഉൽപ്പത്തി 1:28 ഇത് ഇപ്പൊ 2 ആണ് നടക്കുന്ന ഈ സംഭവം. അപ്പൊ ദൈവം അവരോട് പറഞ്ഞത്, ആദാമിനോട് പറഞ്ഞത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് ആകാശത്തിലെയും ഭൂമിയിലെയും സകല ജീവജാലങ്ങളെയും പരിപാലിച്ച് ജീവിക്കണമെന്ന്. അപ്പോഴാരില്ല? അപ്പോഴേ സ്ത്രീ ഇല്ല. ശരി, ബൈബിളിലെ ഉൽപ്പത്തിയില്, പഴയ നിയമത്തില്
ഉൽപ്പത്തി പുസ്തകം 3:15 അവിടെയാണ് ഈ വിഷയം പറയുന്നത്. 3:15 അവിടെയാണ് ഈ വിഷയം പറയുന്നത്. അവിടെ പറയുന്നത് വെച്ചാൽ ഇവർ പഴം തിന്നതിനെ കൊണ്ട് അവിടെ ആദ്യം നമ്മൾ ഈ പാമ്പിന്റെ രൂപത്തിൽ വന്ന സാത്താനെ ശപിക്കുകയും പിന്നീട് പറയുന്നത് നിനക്ക് നിന്റെ നിനക്കും നിന്റെ സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. ഒരു പഴം തിന്നതിന്റെ പേരില് യഹോവയായ ദൈവം മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുന്ന ഒരു ഇതാണ്. നിനക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതികളും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. എന്നിട്ട് സ്ത്രീയോട് പറയാണ്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭാധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടും ആകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്കും അനുസരിക്കുകയും തിന്നരുത് എന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞതുകൊണ്ട് ഭൂമി ശപിക്കപ്പെട്ടു എന്നാ പറഞ്ഞ. ബിനോ സാറേ സാറ് പറഞ്ഞതെല്ലാം കറക്റ്റാ. ഞാൻ പറഞ്ഞേ, പഴം തിന്നതിന്റെ പേരില് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞതിന്റെ പേരില് നല്ലൊരു കർമ്മം ചെയ്തതിന് യഹോവ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പറയാം സാർ, പറയാം. അല്ല, നമ്മൾ സാധാരണഗതിയിൽ ഈ യഹോവ ചെയ്യേണ്ട കാര്യമാണോ ഇത്? അങ്ങ് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി യഹോവയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലേ? അല്ല, യഹോവ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി അവിടെ സംഭവിച്ചിരിക്കുന്നില്ലേ? യഹോവ തിന്നരുത് സാറേ, അങ്ങനെയല്ല. യഹോവ തിന്നരുതെന്ന് പറഞ്ഞ ഒരു കൽപ്പനയെ നിസ്സാരമായി പറയാൻ പാടില്ലല്ലോ. കാരണം നല്ല കാര്യം ചെയ്യുന്നതിന് ഇപ്പൊ നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം ഉണ്ടാവാനെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനാ? അവർ സ്വന്തം. വിനോദ് സാറേ, ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങളുടെ മകനെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം നിങ്ങളുടെ ഉദ്ദേശമോ പുറത്തുള്ള ആരുടെങ്കിലും ഉദ്ദേശമോ? എന്റെ ഉദ്ദേശം കൊണ്ടാണ് ഞാൻ അവന് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. എന്നാൽ ശരി വിനോദ് സാറേ, ഒരു കാര്യം നിൽക്ക് സാർ. അപ്പൊ നിങ്ങളുടെ മകന് നല്ല വിദ്യാഭ്യാസവും നല്ല രീതിയിലും വളരണമെന്നുള്ള ആഗ്രഹമുള്ളത് വിനോദ് സാറിനാണ്. അതെ. അതേപോലെ യഹോവയുടെ മക്കൾ യഹോവയുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കണം എന്നുള്ളത് യഹോവയുടെ ഇഷ്ടമാണ്. അത് വെളിയിലുള്ള ഒരു വ്യക്തിയുടെ ഇഷ്ടാനുസരിച്ച് ജീവിക്കാൻ സാധ്യമല്ല. അപ്പൊ എന്റെ അച്ഛൻ ഒരു പൊട്ടനാണ്, ഒരു മന്ദബുദ്ധിയാണ് എന്ന് ഇരിക്കട്ടെ. അപ്പൊ എന്റെ അച്ഛൻ തീരുമാനിക്കണം എന്റെ മക്കൾ അതുപോലെ ആകണമെന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ പഠിപ്പിക്കാതെ വീട്ടിൽ തന്നെ കെട്ടിയിട്ട് വളർത്തുന്നുണ്ടെങ്കിൽ അത് വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല. അന്ന് എന്നും കെട്ടിയിട്ട് വളർത്തിയില്ല. ഇപ്പൊ എന്നറിയാമോ? ഇപ്പൊ എന്ന് വെച്ചാൽ അവർക്ക് തോട്ടത്തിൽ നിന്ന് അവർ ആഗ്രഹിച്ചതുപോലെ സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുത്തല്ലോ. ഇപ്പൊ 6000 വർഷമായല്ലോ സാർ. 6000 വർഷം സ്വതന്ത്രമായിട്ടല്ലല്ലോ വിട്ടുകൊടുത്തത്. കാരണം ചെയ്ത കർമ്മം വളരെ നല്ലതായതുകൊണ്ട് ഈ മനുഷ്യരെല്ലാം സാത്താനെയല്ലേ പൂജിക്കേണ്ടത്. അതിന് പകരം ഈ മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി നടന്ന യഹോവയെ പൂജിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നന്മയും തിന്മയും തിരിച്ചറിയുന്ന പഴം നിങ്ങൾ കഴിക്കൂ, നിങ്ങൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയും എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ കൊണ്ട് അത് കഴിപ്പിച്ച് അവന് ബുദ്ധി വന്നതുകൊണ്ട് അവൻ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി. ഇല്ലെങ്കിൽ മൃഗതുല്യരായി. വിനോദ് സാറേ ഇപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ ന്യായവാദം ചെയ്യാം. അല്ല, ന്യായവാദം നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞതല്ല. ഞാൻ നിങ്ങളുടെ ബൈബിൾ എടുത്ത് വെച്ചിട്ട് ഞാൻ അടുത്ത് പറഞ്ഞ കാര്യം. അങ്ങനെയല്ല സാറേ, 15 മുതൽ അങ്ങോട്ടുള്ളത്. അതെ സാറേ. ഇപ്പൊ എന്നറിയാം, ഒരു കാര്യം കൂടി അർജുൻ സാറിനോട് ഞാൻ പറയാം. ഒറ്റ കാര്യം പറയണം സാർ. ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള യേശു അല്ലെങ്കിൽ യഹോവ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ ഉണ്ടാക്കി, ആദം എന്ന് പറയുന്ന മനുഷ്യനെ ഉണ്ടാക്കി. ഈ ആദത്തിനെ ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി എല്ലാവർക്കും ഭാര്യയും ഭർത്താവായിട്ട് ഇരട്ടകളായിട്ട് ഉണ്ടാക്കിയപ്പോൾ മനുഷ്യനെ മാത്രം ഉണ്ടാക്കാൻ വിട്ടുപോയി. അതിനുശേഷം പിന്നീടാണ് യഹോവക്ക് തോന്നുന്നത് ഇത് ഒറ്റക്കാണല്ലോ എന്ന് തോന്നിയിട്ട് ഈ മനുഷ്യന്റെ വാരിയല് വലിച്ചെടുത്തിട്ട് ഒരു പെണ്ണിനെ ഉണ്ടാക്കേണ്ട ആവശ്യം എന്തായിരുന്നു? രണ്ടിലൊന്നിച്ച് ഉണ്ടാക്കിയ പോരായിരുന്നോ? അറിവില്ലാത്ത ഒരാളാണോ യഹോവ? ഒന്നും കൂടി പറയട്ടെ, ഒരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ അങ്ങ് നേരത്തെ എനിക്ക് അയച്ച മെസ്സേജ് പ്രകാരം ദൈവരാജ്യം വരാൻ പോകുന്നു, യേശു ക്രിസ്തുവിന്റെ ആ ഒരു സങ്കല്പത്തിലുള്ള രാജ്യം വരാൻ പോകുന്നു, എല്ലാവരും സന്തോഷിക്കാൻ സമയമായി എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഞാൻ ശ്രേഷ്ഠമായ ഒരു ആചാരത്തിൽ, ഒരു അനുഷ്ഠാനത്തിൽ ഒരു ഹിന്ദുവായി ജനിച്ചത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ്.
ആ ഇത് തന്നെ അതിനോളം പുണ്യവും ഒരു മിനിറ്റ് അതിനോളം സന്തോഷവും അതിനോളം പുണ്യവും വേറെയില്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദുവായി ജനിച്ചതിന് ശേഷം നിങ്ങൾ മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് ഒരു ബൈബിളിന്റെ പുറകെ പോയത് കൊണ്ട് നിങ്ങൾ ഹിന്ദുത്വത്തെ അല്ലെ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ പറയുന്ന ആ സ്വർഗരാജ്യത്തെക്കുറിച്ചോ ആ ആത്മീയമായ ആനന്ദത്വത്തെക്കുറിച്ചോ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ആ അറിയാത്തത് കൊണ്ടാണ് ഈ പറന്നു പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് വരാൻ പോകുന്ന 2000 വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ 6000 വർഷങ്ങൾക്ക് മുമ്പേ യഹോവ പറഞ്ഞു എന്ന് പറയുന്ന ആ കാര്യം അത് ഈ പറയുന്ന 6500 വർഷമായിട്ട് നടപ്പിലായിട്ടില്ല. അപ്പൊ ഇനിയും വരുമെന്ന് കാത്തിരിക്കുവാണോ വേണ്ടത്? ഇനിയും വരുമെന്ന് കാത്തിരിക്കുവാണോ വേണ്ടത്? അതേ സമയത്ത് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ആ ജനിച്ചു വീഴുന്ന സമയം മുതൽ അവൻ സ്വർഗരാജ്യത്തേക്ക് എത്താൻ, അവൻ എന്നും ആനന്ദം കിട്ടാൻ, അവൻ എപ്പോഴും സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഹിന്ദുവിന്റെ ഗ്രന്ഥത്തിലുണ്ട് സർ. അത് ഒന്ന് വെറുതെ ഒന്ന് തുറന്നു നോക്കണം. നിങ്ങൾക്കത് അറിയില്ല എങ്കിൽ ഞാനത് നിഷേധിച്ചു വിനോദ് സാറേ. അല്ല, കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഓരോന്നും പറഞ്ഞുതരാം. ഹിന്ദുവിന്റെ ഭഗവത്ഗീത എടുത്തിട്ട് അതിന്റെ ഒരു ശ്ലോകം മാത്രം വായിച്ചാൽ നിങ്ങൾ ബൈബിൾ മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. ബൈബിൾ മുഴുവൻ വായിച്ചാലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയിലെ ഒരൊറ്റ ശ്ലോകം മാത്രം പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടാത്ത ആനന്ദം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് അതിന്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് വേണമെന്നറിയോ? ഓരോ ആൾക്കാർക്ക് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ഇവിടെ ദൈവരാജ്യം വരുന്ന പറഞ്ഞിട്ട് കഴിഞ്ഞ 6500 വർഷമായിട്ട് നിങ്ങൾ ഓരോ ആൾക്കാർ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതുവരെ ദൈവരാജ്യമല്ല വന്നിട്ടില്ല. ഇവിടെ ലോകങ്ങൾ തമ്മിൽ പരസ്പരം അടിക്കുക. അലക്സാണ്ടർ ചക്രവർത്തി മുതൽ ഇന്ന് ഇവിടെ ഇതപ്പാ സിറിയയിലും അതുപോലെ തന്നെ ഇസ്രയേലിലൊക്കെ പരസ്പരം അടിച്ചു കൊല്ലുവാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ആനന്ദവും സന്തോഷവും സ്വർഗരാജ്യവും ഒക്കെ ഭഗവത്ഗീതയിലെ ഒരൊറ്റ ശ്ലോകം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതിലൂടെ നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാക്കി തരാം. കേട്ടില്ലേ?